അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് സ്വർഗം നേടുന്നവരുടെ കൂടെ ഉൾപ്പെടണം എന്ന് എന്നെ മറക്കാതെ ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന ഒരു വിഷയമാണ് ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് സമയത്തോട് നീതി പുലർത്തിക്കൊണ്ട് നിങ്ങളുടെ താളം തെറ്റിക്കാതെ ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. കേരളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ താഴെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശം. അതിസുന്ദരമായ കാലാവസ്ഥയും ഭൂമിശാസ്ത്രവുമൊക്കെയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വെളിപ്പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ ഒരു പ്രദേശം. ഇന്ന് ഒരു മാസമായി കേരളം 2 ഉരുൾപൊട്ടലുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഞാനും നിങ്ങളുമൊക്കെ കണ്ടതാണ്. കേരളത്തിൽ 2 ഉരുൾപൊട്ടൽ. ഒന്നാമത്തെ ഉരുൾപൊട്ടല് വയനാട്ടിലെ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് ആളുകൾ ഒലിച്ചുപോയി. ധാരാളം സമ്പത്ത്, ഭൂമി, പണം, ചില ആളുകളുടെ മയ്യത്തും ശരീരഭാഗങ്ങളും ഒക്കെ കിട്ടിയത് കിലോമീറ്ററുകൾക്കിപ്പുറമുള്ള പുഴയിൽ നിന്നാണ്. വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തിയ ശരീരഭാഗം ഫറോക്ക് പേട്ടയിൽ നിന്ന് വരെ ആളുകൾ പെറുക്കിയെടുത്ത് കൊണ്ടുപോയി. വയനാട്ട് ചൂരൽമലയിലെ ദുരന്തം ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാമത്തെ ഉരുൾപൊട്ടൽ നമ്മൾ കണ്ടു. കേരളം മുഴുവൻ ആ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്ക് വേണ്ടി അണിനിരന്നു. ആ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത നമുക്കിപ്പോഴും കണ്ണിലുണ്ട്. നിൽക്കട്ടെ. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ 2 ആഴ്ചയായി രണ്ടാമത്തെ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ നടന്നത് സിനിമയിലാണ്. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറപ്പെടുവിച്ചതിന് ശേഷം ഉരുൾപൊട്ടിയിട്ട് വലിയ വലിയ നടന്മാരും ആളുകളുടെ മനസ്സിൽ ആരാധനാമൂർത്തികളുമൊക്കെ ആയിട്ടുള്ള ആളുകൾ തകിടം മറിഞ്ഞു വീണ് കിലോമീറ്ററുകൾ ഒഴുകിയെത്തി. ഇപ്പോഴും അതിനെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീ സുരക്ഷയാണ്. സ്ത്രീകൾ എങ്ങനെ സുരക്ഷിതത്വമുള്ളവരാവാം എന്നതാണ് ചർച്ച വളരെ രസകരമാണ്. ഓരോ ചർച്ചകളും കേൾക്കുമ്പോൾ ചിരി വരുന്നു നമുക്ക്. സിനിമ എന്നത് ഒരു പെണ്ണിന് സകല അവകാശങ്ങളും അധികാരങ്ങളും സ്വാതന്ത്ര്യവും നൽകിയ ഇടമായിരുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ചിന്തിക്കണം. സ്വാതന്ത്ര്യമില്ല എന്ന് വാദിക്കുന്ന അവർക്ക് സകല സ്വാതന്ത്ര്യവുമുള്ള ഇടമായിരുന്നു സിനിമ. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള സമയത്ത് കറങ്ങി നടക്കാം, ഇഷ്ടമുള്ളിടത്ത് കയറി ചെല്ലാം, റൂമെടുത്ത് താമസിക്കാം. എന്തൊക്കെയാ സിനിമയിലെ ഗുണങ്ങൾ? ഒരു പെണ്ണിന് ഒരു നിയന്ത്രണമില്ല. ആണും പെണ്ണും തമ്മിൽ നിയന്ത്രണമില്ലാതെ ഇടകലരാം. ഇതായിരുന്നു സിനിമയുടെ ലോകം. ആ സിനിമാ ലോകത്ത് ഇത്രയും സ്വാതന്ത്ര്യം പെണ്ണിന് കൊടുത്തപ്പോൾ, ഇത്രയും അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ കൊടുത്തപ്പോൾ പെണ്ണ് സുരക്ഷിതമായോ? ഈ ചോദ്യം ഇതുവരെ ആരും ഉന്നയിച്ച് കേട്ടിട്ടില്ല നമ്മൾ. പെണ്ണ് സുരക്ഷിതമായോ? എന്തേ? വാതിലിൽ മുട്ടി അത്രേ ചിലർ, കൂടെ കിടക്കാൻ വിളിച്ചു അത്രേ ചിലർ, നിർബന്ധമായി ബലാത്കാരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി അത്രേ ചിലർ. എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ ഈ അടുത്ത് വാട്സപ്പിൽ കണ്ടു, ഓരോ ദിവസത്തെയും പത്രവാർത്തകൾ എഴുതി കൊണ്ടുവരാൻ വേണ്ടി സ്കൂളിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിരുന്നു ഒരു ടീച്ചർ. ആ ടീച്ചർ വാട്സപ്പിലെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, 2 ആഴ്ചത്തേക്ക് പത്രവാർത്ത കുട്ടികൾ എഴുതണ്ടാൻ. എഴുതിയ കുട്ടികൾ നാശമായി പോകും. അമ്മാതിരി വെളിപ്പെടുത്തല. ഈ സ്വാതന്ത്ര്യം മുഴുവൻ കൊടുത്ത് സ്വതന്ത്ര ചിന്തകർ ആറാടിയ ഈ സിനിമാ മേഖലയിൽ എന്തേ സംഭവിച്ചത്? വിതച്ചത് കൊയ്തു അവർ. ഏതെങ്കിലും ഒരു പെണ്ണ് സുരക്ഷിതമാണെന്ന് പറഞ്ഞോ? എന്നിട്ട് ഏറ്റവും രസകരമായ അവസ്ഥ എന്താണെന്നറിയോ? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി, ബഹുമാനപ്പെട്ട ജസ്റ്റിസ്, അവർ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവിടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വേറെ ബാത്റൂം ഇല്ലത്രേ. ഇതിൻ്റെ തൊട്ട് മുമ്പ് സ്കൂളിലെ പാഠപുസ്തകം പരിഷ്കരിക്കുന്നിടത്ത് സ്കൂളുകളിൽ ആണിനും പെണ്ണിനും വെവ്വേറെ ബാത്റൂമുകൾ വേണ്ട എന്ന് ഘോരഘോരം പ്രസംഗിച്ചവർ ഇപ്പം പറയാണ് പെണ്ണിന് സിനിമയിൽ ഷൂട്ടിങ്ങിനെടുത്ത് വേറെ ബാത്റൂം വേണമെന്ന്. അതെന്തിനാ? ഒരു ബാത്റൂം പോരെ? ആണിന് വേറെ പെണ്ണിന് വേറെ അങ്ങനെ തരംതിരിവ് വേണോ?
എന്താ സംഭവിച്ചത്? കേൾക്കുമ്പോൾ ചിരി വരുന്നു നമുക്ക്. ഒരു റിപ്പോർട്ട് വേണ്ടി വന്നു ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കാൻ. ആർക്കാ അറിയാത്തത്? ഇത്രയും സ്വാതന്ത്ര്യവും നിയന്ത്രണമില്ലായ്മയും ഒക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്ത്രീ സുരക്ഷിതമാവില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണം, 2 വാക്കുകൾ. ഒന്ന് മൊറാലിറ്റി എന്നതാണ്, സാൻമാർഗികത. നിങ്ങൾ കേട്ട വാക്കാണ് അല്ലേ? സാൻമാർഗികത, മൊറാലിറ്റി. എവിടെയാണോ സാൻമാർഗികത നഷ്ടപ്പെടുന്നത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആർക്കാ അറിയാത്തത് ഇത്? യാതൊരു സാൻമാർഗികതയുമില്ലാതെ, യാതൊരു ധാർമ്മികതയുമില്ലാതെ നടന്ന ഒരു ഇടത്ത് ഇത്തരം പീഡനങ്ങൾ വരും എന്നാർക്കാ അറിയാത്തത്? പെണ്ണ് സുരക്ഷിതമാവണോ? വേണോ? എങ്കിൽ അതിനേറ്റവും നല്ല മാർഗം സുരക്ഷിതമായൊരു കുടുംബമാണ്. ഒരു പെണ്ണിനെ സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാ കുടുംബം. ആ കുടുംബത്തെയാണ് സിനിമാ ലോകമേ നിങ്ങൾ തുരങ്കം വെക്കാൻ ശ്രമിച്ചത്. ആണും തമ്മിലും പെണ്ണും തമ്മിലുമുള്ള സ്വവർഗരതി പോലും സിനിമാ ലോകമാണ് ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ എഴുതിയത്. അവരാണ് ഘോരഘോരം പ്രസംഗിച്ചത്. അവർ തമ്മിൽ ഇടകലരുന്നതിൽ തെറ്റില്ല എന്ന് വാദിച്ചത്. ഇന്ന് കൊയ്തതൊക്കെ അവർ വിതച്ചുകൊണ്ടെടുക്കുക. കരയ ഓരോ പെണ്ണുങ്ങൾ കയറി പിടിച്ചത്രേ. രാവും പകലുമില്ലാതെ മുഴുവൻ സ്വാതന്ത്ര്യവും വാദിച്ച് ആണും പെണ്ണും ഇടകലർന്നാൽ ഗുണം ആണിനാണ് കൂട്ടരെ. അതാർക്കാ മനസ്സിലാവാത്തത്? ആണിനാണ്. കായികമായ ശക്തി കൂടുതലുള്ള ആണ് പെണ്ണിനെ കീഴടക്കും. അതല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതല്ലേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പെണ്ണിന് സുരക്ഷിതത്വം വേണം. അതെവിടെയാണ്? അത് അന്തിക്ക് നേരമില്ലാത്ത നേരത്ത് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ പെണ്ണ് സുരക്ഷിതമാവില്ല. സുരക്ഷിതമാകുന്ന ഇടമാണ് കുടുംബം. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സ്ത്രീകൾ, ആ സ്ത്രീകളിൽ ചിലർക്ക് ബാപ്പ ഉണ്ടാവില്ല. ബാപ്പ മരിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാകും. സ്ത്രീകൾ ബാപ്പ മരിച്ചിട്ട് ഒരു പെണ്ണും സുരക്ഷിതമല്ലാതെ ആയിട്ടില്ല. ആരും വാതിലിൽ തട്ടാൻ വന്നില്ല, ഒരാളും കൂടെ കിടക്കാൻ വിളിച്ചില്ല. ബാപ്പ മരിച്ചു പോയിട്ട്. കാരണം എന്താണെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് നിക്കാഹ് ചെയ്ത് സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ കൂടെ കൈ ചേർത്ത് വെച്ച് ആ പെണ്ണിനെ വിട്ടു. പെണ്ണ് സുരക്ഷിതമായി. എൻ്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളിൽ ഭർത്താവ് മരിച്ചു പോയവരുണ്ടാകും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഭർത്താവ് മരിച്ചു പോയാൽ ആ സ്ത്രീയുടെ വാതിലിൽ മുട്ടാൻ വരില്ലൊരുത്തനും, ആ സ്ത്രീയെ കൂടെ കിടക്കാൻ വിളിക്കില്ലൊരുത്തനും. കാരണം എന്താണെന്നറിയോ? മക്കളെ സമ്മാനിച്ചിട്ടാണ് പ്രിയപ്പെട്ട ഭർത്താവ് കടന്നുപോയത്. എവിടെയാ സ്ത്രീ സുരക്ഷിതമായത്? സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴാ? ആണും പെണ്ണും തിരിയാത്ത വേഷം ധരിച്ച് രാവും പകലും നടക്കാൻ അധികാരം കൊടുത്തപ്പോഴാണോ സ്ത്രീ സുരക്ഷിതമായത്? അല്ല കൂട്ടരെ, ഇത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണ്. കായികമായി സ്ത്രീയെ കീഴ്പ്പെടുത്താൻ ശക്തിയുള്ളവരാണ് പുരുഷൻ എന്നതുകൊണ്ട് ആ പുരുഷനും സ്ത്രീയും സാൻമാർഗികതയില്ലാതെ ധാർമ്മികതയില്ലാതെ ഇടകലർന്നാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ കേട്ടത്. അത് ആലോചിക്കാൻ ഇത്ര വലിയൊരു കമ്മീഷനൊന്നും ആവശ്യമില്ല. 1,06,00,000 രൂപയാണ് വാതിലിൽ ആൾക്കാർ മുട്ടിയെന്നും കൂടെ കിടക്കാൻ വിളിച്ചെന്നും പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ചെലവാക്കിയത്. ഞാനും നിങ്ങളും കൊടുത്ത നികുതി പണം. 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴേ 30 റുപ്യ 40 റുപ്യ കേന്ദ്രത്തിനും കേരളത്തിനും ഒക്കെ നികുതി കൊടുക്കില്ല. ഞങ്ങൾ ആകെ 30 റുപ്യുള്ള പെട്രോളിന് 100 ചില്ല റുപ്യ കൊടുത്തല്ലേ അടിക്കുന്നത്. ആ നികുതി പണം 1,06,00,000 രൂപ ചെലവാക്കിയിട്ടാണ് ഹേമ കമ്മീഷൻ സിനിമാ ലോകത്ത് ഈ പ്രശ്നമുണ്ട് എന്ന് പഠിച്ചത്. 5 പൈസ ചെലവില്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നു, ഇനിയുണ്ടാവും. പ്രശ്നങ്ങൾ ഇനി കൂടും, കേസുകൾ കൂടും, ജയിലറകൾ നിറയും. കാരണം എന്താണെന്നറിയോ? മൊറാലിറ്റിയെ 2 മനുഷ്യർ തമ്മിൽ, ആണും പെണ്ണും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ചെന്ന് ഇടപെടുന്നവനെ വിളിക്കുന്ന പേര് മോറൽ പോലീസ് എന്നാ. നിങ്ങൾ സാൻമാർഗികത വളർത്തുന്ന ഇത് വലിയൊരു ക്രൈമാണ്. ഇങ്ങനത്തെ ഒരു നാട്ടിൽ സുരക്ഷിതത്വം ഉണ്ടാവില്ല. ആണുങ്ങളൊക്കെ ജയിലിൽ പോകേണ്ടി വരും. കാരണം എന്താ അറിയോ? ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ സിനിമയിൽ ആരാ ഉണ്ടാവുകയെന്ന് അറിയില്ല. വെളിപ്പെടുത്തി തുടങ്ങിയിട്ടുള്ളൂ, ഉരുള് പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി പൊട്ടാൻ കിടക്കുന്നുണ്ട്. അതിൽ വലിയ വലിയ കല്ലുകൾ ഇനിയും വീഴാണ്ട്. അപ്പോഴെന്താ ചെയ്യുക? ആരെയാ വിശ്വസിക്കേണ്ടത്? എവിടെയാണ് സ്ത്രീ സുരക്ഷിതമായത്? ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിച്ചാൽ പോരെ ഇത്? ആ സുരക്ഷിതത്വത്തിനാണ് ഏറ്റവും മികച്ച കുടുംബം ഉണ്ടാവേണ്ടത്.
അവിടെയാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ നിങ്ങളോട്, ബാപ്പ മരിച്ചിട്ടൊരു പെണ്ണ്, ആ പെണ്ണ് സുരക്ഷിതമല്ലാതെ ആയില്ലല്ലോ. ഭർത്താവ് മരിച്ചിട്ടൊരു പെണ്ണ് സുരക്ഷിതമില്ലാതായില്ലല്ലോ. എന്താ കാരണം? ശക്തമായ കുടുംബമുണ്ട് എന്നതാ കാരണം. ഈ കുടുംബത്തിന് തുരങ്കം വെക്കുന്ന ആരും തിരിച്ചറിയേണ്ടത് പ്രശ്നങ്ങളുണ്ടാകും ഈ നാട്ടിൽ എന്നാണ്. അതുകൊണ്ട് സിനിമാക്കാരോട്, സ്വതന്ത്ര ചിന്തകരോട്, ഇതിന് തുരങ്കം വെക്കുന്നവരോട് പറയാനുള്ളത്, അവർ കൃത്യമായിട്ട് ഓർത്തു വെച്ചോ, നിങ്ങൾക്ക് സുരക്ഷിതത്വം വേണോ, സ്ത്രീക്ക് സുരക്ഷിതത്വം വേണോ എങ്കിൽ അതിശക്തമായ ഒരു കുടുംബ സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളണം. അതിനെ തകർക്കരുത്. പുതിയ പുതിയ സിദ്ധാന്തങ്ങളുമായി വന്ന് തൊള്ളയെ തോന്നിയ വാദങ്ങൾ വാദിച്ച് കുടുംബ സംവിധാനത്തെ തകർക്കുന്നവരറിയുക, നിങ്ങൾ സുരക്ഷിതമല്ലാതെയാക്കുന്നത് സ്ത്രീകളെയാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ഒരു കുടുംബത്തോടെ സ്വർഗത്തിൽ പോവേണ്ടത് എങ്ങനെയെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഇസ്ലാമില് കുടുംബം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മുസ്ലിമിനോട് കുടുംബമാവാൻ പ്രോത്സാഹനം കൊടുക്കുന്നു ഇസ്ലാം. നിങ്ങളുടെ മക്കളെ പ്രായം തികഞ്ഞാൽ നിങ്ങൾ വിവാഹബന്ധത്തിലേക്ക് കൊടുക്കുക എന്ന് ഇസ്ലാമിൻ്റെ പഠനം, ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം. പ്രായം തികഞ്ഞോ മക്കള് എങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ, അവരുടെ ലൈംഗികാവയവങ്ങൾ അവർ സൂക്ഷിക്കട്ടെ, അവർ കൃത്യമായി ഒരു കുടുംബമായി സുരക്ഷിതമായി മുന്നോട്ട് പോകട്ടെ. നോക്കൂ, എപ്പോഴാണ് ഒരാണ് അപകടകാരിയാവുക? ആണ് എപ്പോഴാ അപകടകാരിയാവുക? നിങ്ങൾക്കറിയോ എപ്പോഴാണെന്നറിയോ? തീരാത്ത മോഹങ്ങളും ചിന്തകളും ലൈംഗികതയും ഒരാണിനകത്തുണ്ടെങ്കിൽ അയാൾ അപകടകാരിയാണ്. ഒരു പുരുഷന് അയാൾക്ക് തീരാത്ത പൂതിയുണ്ട്, തീരാത്ത ലൈംഗികതയുണ്ട് അയാൾക്കകത്ത്. ഏത് ജന്തുവിനെ എടുത്തു നോക്ക് നിങ്ങൾ, ഏത് ജന്തുവിനെയും, ആണും പെണ്ണും എടുത്തോ, പോത്തും എരുമയെടുത്തോ നിങ്ങൾ, കാളയും പശു എടുത്തോ നിങ്ങൾ, കൂറ്റനാട് ആണാടും പെണ്ണാടും എടുത്തോ നിങ്ങൾ, പൂവൻകോഴിയും പടക്കോഴിയും എടുത്തോ നിങ്ങൾ, എടുത്തോ. ഏതിനാണ് ലൈംഗികത കൂടുതലുള്ളത്? ഒന്നിലധികം ഇണകളുമായിട്ട് ഏതാണ് സഹവസിക്കുന്നത്? എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആണാണ്, ആൺജീവിയാണ്. അതന്നെ മനുഷ്യനും. ഈ ലൈംഗികതയും ആഗ്രഹവും ഒക്കെ കൃത്യമായി നിറവേറ്റപ്പെടുന്ന ഒരു പുരുഷൻ, ആ പുരുഷൻ വളരെ കൂളായിരിക്കും. അല്ലാത്തൊരു പുരുഷനുണ്ടോ? അയാൾ അപകടകാരിയാണ്. അവസരത്തിന് വേണ്ടി അയാൾ കാത്തിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെയുണ്ടെങ്കിലും അയാൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യനെ സംസ്കരിക്കാനുള്ള മാർഗമാ കൂട്ടരെ കുടുംബം. ഒരു പുരുഷനെ സംസ്കരിക്കണം. കാരണം എന്താ? അവൻ ഒരു പെണ്ണിനോടുള്ള സകല മോഹവും അവൻ്റെ ഭാര്യയിൽ ഒതുങ്ങണം. ചിലർ പറയണ എന്താ അറിയോ? ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് പോലെ ഓരോ പട്ടണത്തിലും റെഡ് സ്ട്രീറ്റുകൾ തുടങ്ങണമെന്ന്. ആണിൻ്റെ ലൈംഗികത തീർക്കാൻ റെഡ് സ്ട്രീറ്റ് തുടങ്ങണമെന്ന്. എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ പെണ്ണിനെ കയറി പിടിക്കണം തോന്നുമ്പോൾ റെഡ് സ്ട്രീറ്റിലേക്ക് പോവുക, പൈസ കൊടുക്കുക, പിടിക്കുക, പോരുക. പ്രശ്നമില്ല, കേസില്ല. എങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ ഒരു സൊല്യൂഷൻ? എങ്ങനെയുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ മണ്ണാർക്കാട് ഒരു ചുവന്ന തെരുവുണ്ടാക്കുക, എന്നിട്ട് കുറേ പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് വരുമ്പോൾ അങ്ങോട്ട് പോവുക. ഇത് മൃഗങ്ങളല്ലേ എങ്ങനെ ചെയ്യുക? പൈസ കൊടുക്കണമെന്ന് മാത്രം. അത് കഴിഞ്ഞാൽ പാലക്കാട്ടൊന്ന്, പെരിന്തൽമണ്ണ വേറൊന്ന്, മഞ്ചേരി ഒന്ന്. എന്താ രസമുണ്ടല്ലേ? എന്നിട്ട് കുറേ പെണ്ണുങ്ങൾ ശരീരം വെക്കാൻ വേണ്ടി ഇരിക്കുക, അവരെ തേടി പുരുഷന്മാർ പോവുക, റേറ്റ് പറഞ്ഞ് ഉറപ്പിക്കുക, തിരിച്ചു വരിക. ഇതാണോ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ? ആണോ? ഇതിൽ സ്ത്രീ സുരക്ഷിതമായോ? എനിക്കറിയില്ല എന്താ ഈ പറയണെന്ന്. ഈ വാദക്കാരുടെ പിറകെ നമ്മുടെ കുട്ടികൾ പോലും കൂടുന്നു. സ്വതന്ത്ര ചിന്ത കൃത്യമായി ക്യാമ്പസുകൾക്കകത്ത് വ്യാപിക്കപ്പെടുന്നു. എങ്ങനെയാ ഇത് ഒരു സൊല്യൂഷൻ ആവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെയാ സൊല്യൂഷൻ? ഒരു പുരുഷൻ സംസ്കരിക്കണം. അവൻ്റെ ലൈംഗികത തീർക്കാൻ അവന് ഇടം വേണം. അത് ഹലാലായ മാർഗത്തിൽ, അത് സാൻമാർഗികതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ലൈംഗിക വിചാരങ്ങൾ തീർക്കാൻ ഇടം വേണം. എൻ്റെ പേരാ കുടുംബം. അതിന് റെഡ് സ്ട്രീറ്റ് തുടങ്ങൊന്നും വേണ്ട. കുടുംബം നോക്കൂ നിങ്ങൾ. ഇനി സ്ത്രീയോ കയറി വരുന്ന ഏത് പുരുഷന്റെ മുമ്പിലും മടിക്കുത്തഴിക്കാൻ സ്ത്രീയെ വിട്ടുകൊടുക്കുന്നതാണോ സ്ത്രീ വിമോചനം? റെഡ് സ്ട്രീറ്റ് തുടങ്ങിയിട്ട് അതിൽ സ്ത്രീകളെ ഇട്ടുകൊടുക്കുന്നതാണോ സ്ത്രീ വിമോചനം? അവർ പറയാ ഇതാ വേണ്ടത് സൊല്യൂഷൻ. അപ്പോൾ പുരുഷന്മാരൊക്കെ അങ്ങോട്ട് പോയിക്കോളും, വേറെ കുട്ടികളൊക്കെ സുരക്ഷിതാവുന്നത്. എങ്ങനെയുണ്ട്?
അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിനെല്ലാം പരിഹാരം 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം മതത്തിലൂടെ തന്നു. നിങ്ങൾ കുടുംബമാവുക. പ്രായപൂർത്തിയായോ? നിങ്ങൾ കുടുംബമാവുക. ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ ചിന്തിക്കണം. ഈ കുടുംബം ഒരുപാട് തരത്തിലേക്ക് മാറുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരുപാട് തരത്തിലേക്ക് കുടുംബം മാറിപ്പോവാണ്. ഇന്ന് ഭാര്യയെ സഹിക്കാൻ ഭർത്താവിന്, ഭർത്താവിനെ സഹിക്കാൻ ഭാര്യക്ക്, ഭർത്താവിൻ്റെ ഉമ്മയെ സഹിക്കാൻ മരുമകൾക്ക്, മരുമകളെ സഹിക്കാൻ അമ്മായി അമ്മക്ക്, നാത്തൂമാരെ സഹിക്കാൻ നാത്തൂന്, അനിയനെ സഹിക്കാൻ ഏട്ടന്, അനിയത്തിയെ സഹിക്കാൻ അനിയന്. ഇതിനൊന്നും കഴിയാത്തൊരു കാലമാണ്. മലപ്പുറം ജില്ലയിലെ ഒരു പട്ടണം, സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയില്ല, അവിടെ പുതിയതായി ഉണ്ടാക്കിയ ഒരു ഫ്ലാറ്റ് സമുച്ചയം വരികയാണ്. വലിയ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ പുതിയതായി ഉണ്ടാക്കുന്ന ഫ്ലാറ്റിലേക്ക് മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ കയറി വരികയാണ്. ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഫ്ലാറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്, ബുക്കിങ്ങിന് ബന്ധപ്പെടുക. ആ ഡോക്ടർ കാറുമായി വന്ന്, മുന്തിയ വില കൂടിയ ആഡംബര കാറുമായിട്ട് ആ ഡോക്ടർ വരികയാണ്. വന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങളുടെ ഫ്ലാറ്റ് എങ്ങനെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഫ്ലാറ്റിൽ 2 തരം മുറികളുണ്ട്. ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റ് ഉണ്ട്, ട്രിപ്പിൾ ബെഡ്റൂം ഫ്ലാറ്റ് ഉണ്ട്. ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റിൻ്റെ പ്രത്യേകത, ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, രണ്ടാമത്തെ ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ്. ട്രിപ്പിൾ ബെഡ്റൂമിൻ്റെ പ്രത്യേകത, ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, 2 ബെഡ്റൂമിനും കൂടി പുറത്തൊരു ബാത്റൂമേ ഉള്ളൂ. ഈ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ അവരോട് പറയാണ്, ഞാൻ പൈസ തരാം, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്ലാറ്റിൽ പ്രത്യേകിച്ച് ചില സൗകര്യങ്ങൾ ഒരുക്കി തരണം. അത് എനിക്ക് 3 ബെഡ്റൂം വേണം, 3നും അറ്റാച്ച്ഡ് ബാത്റൂം വേണം. അപ്പം എൻ്റെ ഫ്ലാറ്റിൽ ഇങ്ങനെ കോമൺ ബാത്റൂം പോരാ, 3നും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ഫ്ലാറ്റ് നിങ്ങൾ എനിക്ക് തരണം. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് പകുതി ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. 1.5 ഫ്ലാറ്റിൻ്റെ പൈസ നിങ്ങൾ തരണം. കാരണം എന്താ, ഇതിൽ ബാത്റൂം ഉൾക്കൊള്ളിക്കുമ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ അര ഇങ്ങോട്ട് എടുക്കണം, എന്നിട്ട് ഒരു ഫ്ലാറ്റ് സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ 1.5 ഫ്ലാറ്റിൻ്റെ പൈസ തരണം. ഡോക്ടറാണ് ഈ മനുഷ്യൻ, ഭാര്യയും ഡോക്ടറാണ്. അയാൾ പറഞ്ഞു പൈസ തരാം. ഞാൻ മനസ്സിലാക്കുന്നത് 1.5 കോടി രൂപയാണ് ആ ഫ്ലാറ്റിന് അയാൾ കൊടുത്തത്. 1.5 കോടി. 3 ബെഡ്റൂമുള്ള, സകല സൗകര്യങ്ങളുമുള്ള, 3 അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഈ ഫ്ലാറ്റാണ് ഈ ഡോക്ടർ ഇപ്പോൾ അതിൽ താമസമാക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയോ എന്തിനാ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് എന്ന്? ഒരു ബെഡ്റൂം ഭാര്യക്ക്, ഒരു ബെഡ്റൂം ഭർത്താവിന്, ആകെയുള്ള ഒരേ ഒരു മകൾ +1 പഠിക്കുന്ന മകൾക്ക് 3ാമത്തെ റൂം. എങ്ങനെയുണ്ട് കുടുംബം? എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഭാര്യ കിടക്കുന്നത് ഒരു റൂമിലാണ്. അവൾക്ക് അവളുടെ ഇൻഡിവിജ്വാലിറ്റിയെ, സ്വകാര്യതയെ, ഇതൊക്കെ വേണ്ടി അവൾക്ക് റൂമാണ്. ഭർത്താവിന് വേറെ റൂമാണ്. അയാളുടെ സാധനമൊക്കെ അയാളുടെ റൂമിൽ, അവളുടെ സാധനമൊക്കെ അവളുടെ റൂമിൽ, മോളെ സാധനമൊക്കെ മോളെ റൂമിൽ. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരുവിധ ശാരീരിക മാനസിക ബന്ധവുമില്ല. ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ ഒന്നും ഇടപെടാറില്ല. ഭക്ഷണം ഉണ്ടാക്കിയാൽ അവർ ഒരുമിച്ച് കഴിക്കും, ഒരു പ്രശ്നമില്ല, ഒരു കച്ചറിയില്ല. ഇനി കുടുംബത്തിലൊരു കല്യാണം വിളിച്ചാലോ? കുടുംബത്തിൽ കല്യാണം വിളിച്ചാൽ ഭാര്യയും ഭർത്താവും കൂടി ആദ്യം പോവുക ടെക്സ്റ്റൈൽസിലേക്കാണ്. ഭർത്താവ് വെള്ള കുപ്പായാണെങ്കിൽ ഭാര്യ വെള്ള ചുരിദാർ, ഭർത്താവ് കറുത്ത കുപ്പായാണെങ്കിൽ ഭാര്യ കറുത്ത ചുരിദാർ. 2 പേരും ഒരേ വസ്ത്രം ധരിക്കും. എന്നിട്ട് വില കൂടിയ കാറിൽ മുന്നിലെ സീറ്റിൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് ഈ കല്യാണപ്പുരയിൽ ചെന്നിട്ട് നല്ല ഭാര്യയും ഭർത്താവും പോയിട്ട് നിൽക്കും. കാണുന്ന ആൾക്കാരൊക്കെ പറയും, നല്ലൊരു മനുഷ്യൻ കേട്ടോ, എന്തോ ഒരു നല്ല ഭാര്യ ഭർത്താക്കന്മാരാ. ഫ്ലാറ്റിലെത്തിയാലോ അവൾക്ക് അവളുടെ ലോകം, അയാൾക്ക് അയാളുടെ ലോകം. ഒന്നിലും ഇടപെട്ടില്ല. ഒരു തരം അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന കുടുംബം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെ ആയിരക്കണക്കിന് പേര് ഇന്ന് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും താമസിക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് അറിയുക നിങ്ങൾ? സെപ്പറേറ്റഡ് വൈഫ് എന്നാണ്. ഡൈവോഴ്സ്ഡ് അല്ല. ഡൈവോഴ്സ് ആകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഇടപെടുക അല്ലേ? പിരിയാൻ പറ്റൂല. കുട്ടി എന്താക്കും? ഒരു പ്രശ്നം കുട്ടിക്കില്ല. കുട്ടി പഠിക്കുന്നു. 8000 രൂപ മാസത്തിൽ ഫീസ് കൊടുക്കുന്ന സ്കൂളിൽ 4000 രൂപ ഫീസ് ഭർത്താവ് കൊടുക്കും, 4000 രൂപ ഫീസ് ഭാര്യ കൊടുക്കും. 2ആളും ഡോക്ടർമാരാ. ഒരു കച്ചറിയില്ല, ഒരു പ്രശ്നമില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ ഇടയ്ക്ക് കച്ചറ ഉണ്ടാവില്ലേ? ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ഇയാളുടെ കാര്യത്തിൽ ഭാര്യ ഇടപെടില്ല. അയാൾ രാത്രി വന്നോ കിടന്നോ, ആ ഫ്ലാറ്റിന് 3 കീയാണ്.
ഒരു കീ ഭർത്താവിൻ്റെ അടുത്താണ്, ഒരു കീ ഭാര്യൻ്റെ അടുത്താണ്, ഒരു കീ മോളെ അടുത്താണ്. ഭാര്യ വരുമ്പോൾ തുറന്ന് കയറി ഓളെ റൂമിൽ കിടക്കാം, ഭർത്താവ് വന്നാൽ തുറന്ന് കയറി അയാളുടെ റൂമിൽ കിടക്കാം. മകൾ വരുമ്പോൾ വാതിൽ പൂട്ടിയിട്ടുണ്ടെങ്കിൽ അവക്ക് തുറക്കാം മൂന്നാമത്തെ കീ. ആർക്കും ഒരു കച്ചറിയില്ലല്ലോ, എന്താണ് ഈ വാതിൽ തുറക്കാത്തത് എന്ന് ആ വീട്ടിനകത്തുനിന്ന് കേൾക്കൂല. തുറക്കേണ്ടിയവർക്ക് തുറക്കാം, കീ ഉണ്ട്. എവിടെ എത്തി നമ്മുടെ കുടുംബം? എങ്ങനെയാണ് നമ്മുടെ കുടുംബ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്? ഇനി നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. കുടുംബം സ്വർഗത്തിലെത്തേണ്ട ഏറ്റവും വലിയ ഒരു വിഭവമാണ്. ആദ്യമായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? മനുഷ്യൻ എന്ന ജീവിക്ക് ചില പ്രത്യേകതകൾ ഉണ്ട്. മൃഗങ്ങളെ പോലെയല്ല മനുഷ്യൻ, ഏറെ വ്യത്യസ്തതകളുള്ള ജീവിയാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ പ്രത്യേകതകളെ ഞാൻ എണ്ണുന്നില്ല. മനുഷ്യന് വാലില്ല, 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കും, 2 കൈ കൊണ്ട് പണിയെടുക്കും. മൃഗങ്ങളൊന്നും ഇത് ചെയ്യില്ല. മനുഷ്യന് മാത്രമേ ബുദ്ധിയുള്ളൂ, വിശേഷ ബുദ്ധിയുള്ളൂ. മനുഷ്യൻ മാത്രമേ സംസാരിക്കൂ, ഭാഷ ഉപയോഗിക്കൂ, എഴുതൂ, വായിക്കൂ. നിങ്ങൾ പറ, വേറെ ജീവി ചെയ്യണ്ടോന്ന് ഉണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? അവന് ഇതൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഉള്ളത്, ഒരു കാര്യം കൂടിയുണ്ട്. മനുഷ്യൻ മാത്രമേ ആസ്വദിക്കൂ. എന്തും ആസ്വദിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. എന്തും. ഒരു മധുരമില്ലാത്ത കട്ടൻ ചായ ആസ്വദിച്ച് കുടിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. ഏതെങ്കിലും ഒരു ജീവി ഇങ്ങനെ ആസ്വദിച്ച് തിന്നലുണ്ടോ? നിങ്ങൾ എന്താ ആടിന് കൊടുക്കല്? ആടിന് നിങ്ങൾ എന്താ കൊടുക്കല്? മീൻ പൊരിച്ചതും ചോറും പായസമൊക്കെ കൊടുക്കലുണ്ടോ നിങ്ങൾ ആടിന്? ആ കഞ്ഞിവെള്ളം പുളിച്ചതിന് ശേഷം അയാളുടെ വേസ്റ്റ് മുഴുവൻ ഇക്കിടും, പച്ചക്കറിൻ്റെ തോല്, പഴത്തിൻ്റെ തോല്. എന്നിട്ട് അത് രുചിയോടെ കുടിക്കും ആട്. ആ ഒന്നെടുത്ത് നിങ്ങളൊന്ന് നവമലിച്ചൊക്കെ കണ്ടി ഛർദ്ദിക്കും. അപ്പം ആടിന് ആസ്വാദനമില്ല. അതിനെന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി. വൈക്കോല് വീട്ടിലുണ്ടെങ്കിൽ ഒരു കഷ്ണം വൈക്കോൽ എടുത്തിട്ട് വായിൽ വെച്ചൊന്ന് ചവച്ച് നോക്ക് നിങ്ങൾ, എന്തെങ്കിലും ഒരു ടേസ്റ്റ് അതിനുണ്ടോന്ന്. ഈ വൈക്കോലാണ് പശു ഇങ്ങനെ രസത്തിൽ തിന്നല്. കണ്ടോ? അവർക്ക്, ഈ മൃഗങ്ങൾക്ക് ആസ്വാദനമില്ല. ആ വൈക്കോല് തിന്നുമ്പോൾ അതിൽ ഉപ്പില്ല, മുളകില്ല, മസാല ഇല്ല, ഇത് പൊരിഞ്ഞില്ല, എന്തുമില്ല. ഏതെങ്കിലും പശു പറയലുണ്ടോ? ആട് പറയലുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ പ്രത്യേകത എന്തും അവൻ ആസ്വദിക്കും. നിങ്ങളൊരു യാത്ര പോയി നോക്ക്, ആ യാത്ര നിങ്ങളിങ്ങനെ ആസ്വദിക്കും. ഒരു കല്യാണത്തിന് പോയി നോക്ക്, ആസ്വദിക്കും. ഭക്ഷണം കഴിച്ചു നോക്ക്, ആസ്വദിക്കും. എങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാ, ആസ്വദിച്ചു. മനുഷ്യൻ്റെ പ്രത്യേകത ആസ്വാദനമുണ്ട് എന്നതാണ്. ആസ്വാദനം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ഡ്രൈ ആകും. ആസ്വാദനമില്ലാത്ത മനുഷ്യൻ ഒരുതരം ഡ്രൈ ആണ്. അവനൊരു ഒരു ഒരു ഉണങ്ങി ഒരു പരുവാവും. അപ്പോൾ മനുഷ്യൻ ആസ്വദിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആസ്വദിക്കണം, നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുക? നമ്മുടെ നാട്ടിൽ ഓണം വരികയാണ്, ഉത്സവകാലമാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആസ്വദിക്കാനുള്ള എന്തൊക്കെ മാർഗമുള്ളത്. എന്തൊക്കെയുള്ളത്? കാർണിവലുകൾ നടത്തും, അല്ലേ? സർക്കസ് നടത്തും, സിനിമാശാലകൾ, പാട്ടും ഡാൻസും DJ പാർട്ടിയും, മദ്യശാലകൾ എത്ര ഉണ്ട്, തുറന്നു വെച്ച കള്ള് ഷാപ്പുകൾ. ഇതൊക്കെ എന്തിനാണെന്നറിയോ? മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി ആസ്വദിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്. എന്തിനാ സിനിമക്ക് പോണേ? ആസ്വദിക്കാൻ. എന്തിനാ DJ പാട്ട്? ആസ്വദിക്കാൻ. എന്തിനാണ് കള്ള് ഷാപ്പ് പോണത്? ആസ്വദിക്കാൻ. എന്തിനാണ് മനുഷ്യനിങ്ങനെ ഓരോ തുറന്നു വെച്ചിട്ടുള്ള ഓരോ സ്ഥലത്തേക്കും മനുഷ്യനിങ്ങനെ പോണത്? ആസ്വദിക്കാൻ. ഇനി നിങ്ങൾ നമ്മളെ കാര്യം എടുത്തോ, നമുക്ക് മറ്റുള്ളവരുടെ കാര്യം വിടാം. 5 നേരം നിസ്കരിക്കുന്ന, നാളെ സ്വർഗം കിട്ടണം കുടുംബത്തോടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ എടുത്തോ നിങ്ങൾ. ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാരെടുത്തോ, ബാക്കിയൊക്കെ വിട്ടേക്ക്. ഇസ്ലാമികമായി ചിന്തിക്കുന്ന, ഇസ്ലാമികമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന, മരിച്ചാൽ ഇവിടെ 6 അടി മണ്ണിൽ ഒടുങ്ങില്ല നാം എന്ന് കൃത്യമായി ബോധമുള്ള ഞാനും നിങ്ങളും ചിന്തിച്ചോ. നമുക്ക് ആസ്വദിക്കണം വേണ്ടേ? എങ്കിൽ നമുക്ക് ആസ്വദിക്കാനുള്ള വഴി എന്താണ്? എൻ്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീയും പുരുഷനും ചിന്തിക്കണം, നമുക്ക് ആസ്വദിക്കാനുള്ള വഴി എന്താ? നമുക്ക് തുറന്നു വെച്ച കള്ള് ഷാപ്പിലേക്ക് പോകാൻ പറ്റുമോ? ഹറാമാണ്. നമുക്ക് വ്യഭിചാരശാലകളിൽ പോകാൻ പറ്റുമോ? ഹറാമാണ്. നമുക്ക് പാട്ടും ഡാൻസും സിനിമയും ഹറാമാണ്. നമ്മളെന്താ ചെയ്യുക? നമ്മളെങ്ങനെ ആസ്വദിക്കുക? മക്കളൊക്കെ ചോദിക്കും, നിങ്ങളിത് എന്ത് ചോദിച്ചാലും നോ നോ നോ. ഞങ്ങളെന്താ ചെയ്യുക? അല്ലേ? മനുഷ്യന് ആസ്വദിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് കുടുംബം.
അത് ആസ്വദിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യമില്ല. ഏറ്റവും വലിയ നഷ്ടപ്പെട്ടവൻ, ഏറ്റവും വലിയ പാമരൻ, ഏറ്റവും വലിയ ദരിദ്രൻ തൻ്റെ കുടുംബത്തെ ആസ്വദിക്കാൻ കഴിയാത്ത മനുഷ്യനാണ്. ഏറ്റവും വലിയ ധനികൻ ഓടി കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ മനുഷ്യനല്ല, തൻ്റെ കുടുംബത്തെ ആസ്വദിക്കാൻ കഴിയുന്ന മനുഷ്യനാണ് ഏറ്റവും ധനികൻ. നിങ്ങൾ ചിന്തിച്ചു. ഞാനിപ്പം പറഞ്ഞ ഡോക്ടർക്ക് വില കൂടിയ ആഡംബര കാറുണ്ട്, 1.5 കോടിയുടെ ഫ്ലാറ്റ് ഉണ്ട്, അത്യാഡംബരങ്ങൾ ഫ്ലാറ്റിനകത്തുണ്ട്. അത് മുഴുവൻ തണുപ്പിക്കാൻ ശീതീകരണ സംവിധാനമുണ്ട്, AC ഉണ്ട്. പക്ഷെ ആ ഡോക്ടർ ഏറ്റവും വലിയ ദരിദ്രനാണ്. സ്വന്തം കുടുംബം അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാൾ ഉണ്ടാക്കണമൊക്കെ എന്തിനാ? ഈ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദരിദ്രനാണോ സമ്പന്നനാണോ? നിങ്ങളെ ബാങ്ക് ബാലൻസ് അല്ല നോക്കേണ്ടത്. തൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന തൻ്റെ കുടുംബത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു പെണ്ണ് എപ്പോഴാ പെണ്ണ് പൈസക്കാരിയാവുക? ബാപ്പ മരിച്ചു പോയപ്പോൾ 2 ഏക്കർ തെങ്ങും തോപ്പ് തന്നു. ആ പെണ്ണ് പൈസക്കാരിയല്ല, തെങ്ങും തോപ്പിൻ്റെ മുതലാളിയാണ്. പെണ്ണെപ്പോഴാ പണക്കാരിയാകുന്നത്? തൻ്റെ മക്കളെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ ഒരു പെണ്ണിന്? തൻ്റെ ഭർത്താവിനെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ ഒരു പെണ്ണിന്? മക്കൾ എപ്പോഴാ പണക്കാരാവുക? എപ്പോഴാ? അവൻ പഠിച്ച് പണിയെടുത്ത് പണമുണ്ടാക്കുമ്പോഴല്ല കൂട്ടരെ ഉമ്മയെ ആസ്വദിക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നുണ്ടോ? എന്തൊക്കെ ബന്ധങ്ങളാ മക്കൾക്ക്, എന്തൊക്കെ ബന്ധങ്ങളാ! ഉമ്മക്ക് തലവേദന ഉണ്ടാക്കുന്ന മക്കള്, ബാപ്പാക്ക് നെഞ്ചിലെ നെരിപ്പോടാകുന്ന മക്കള്. എത്ര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എവിടെ നമ്മളെ കുടുംബത്തിയത്? എങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക? നിങ്ങൾ ചിന്തിക്ക്. എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കൾ ചിന്തിച്ചോ, നമ്മൾ എന്തിനുള്ളതെന്നറിയോ നിങ്ങൾക്ക്? എൻ്റെ ഉമ്മ അഭിമാനത്തോടെ പറയണം എൻ്റെ മോനാണതെന്ന്. അവിടെയാണ് ഞാൻ വിജയിക്കുക. അവിടെയാണ് ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാവുക. ഒരു കല്യാണത്തിന് ഉമ്മാൻ്റെ കൂടെ പോയാൽ ഉമ്മാനോട് ചോദിക്കും ആ കല്യാണത്തിന് ആൾക്കാർ, ഇത് നിങ്ങളെ മോനാ? എൻ്റെ ഉമ്മ നെഞ്ചു വിരിച്ച് പറയും, അതെ, അതാണ് ഞാൻ ഉമ്മാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്വത്ത്. അല്ലാതെ 2 ലക്ഷം ഉറുപ്പ്യ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. കണ്ടോ നിങ്ങൾ? എൻ്റെ വാപ്പാനോട് ചോദിക്കും നിങ്ങളെ മോനാ? ഉഷാറാട്ടോ. വാപ്പ പറയും അതെ, കണ്ടോ, അതാ സ്വത്ത്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചിന്തിച്ചോ, പെൺകുട്ടി ചിന്തിച്ചോ, ആൺകുട്ടി ചിന്തിച്ചോ. നെഞ്ചിക്കടത്തിയിട്ട് 11 വയസ്സ് വരെ നെഞ്ചിക്കടത്തി വളർത്തിയതാ സ്വന്തം മോളെ. 11 വയസ്സ് വരെ. 12 വയസ്സായപ്പോൾ പ്രായപൂർത്തിയായി. അപ്പോഴാണ് ഭാര്യ പ്രശ്നം ഉണ്ടാക്കിയത്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് പ്രായം തികഞ്ഞൊരു പെണ്ണിനെ നെഞ്ചിൽ കയറ്റി കിടത്താനെന്ന് പറഞ്ഞപ്പോഴാണ് ബാപ്പ ആ പെൺകുട്ടിയെ താഴേക്ക് കിടത്തിയത്. ആ മോള് 5-6 കൊല്ലം കഴിഞ്ഞപ്പം ബാപ്പ കേൾക്കണ എന്താണെന്നറിയോ? അവക്കൊരു ബന്ധമുണ്ടെന്ന്. ഏതോ ഒരു വൃത്തികെട്ട ചെക്കനുമായിട്ട് അവൾ സംസാരിച്ച വീഡിയോയും ഓഡിയോയും അവൾ ചാറ്റ് ചെയ്തതുമൊക്കെ ബാപ്പ കണ്ടപ്പോൾ ആ ബാപ്പാക്ക് ആ മോളെ പിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ആ ബാപ്പാക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ മോളെ കാണുമ്പോൾ മുണ്ടാൻ തോന്നില്ല. അയാൾ വന്ന് എന്നോട് പറയുകയാണ്, സാറേ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ മോളോട് എനിക്ക് മുണ്ടാൻ തോന്നില്ല. അവളെന്നെ പറ്റിച്ചു, അവളെന്നെ ചതിച്ചു. ആൺകുട്ടിയോ എല്ലാ സൗകര്യവും സ്കൂളിൽ, സകല സൗകര്യമുള്ള സ്കൂള്. ഞാനും നിങ്ങളൊക്കെ പഠിച്ച സ്കൂള് ഏകദേശം ഈ ഓഡിറ്റോറിയം മാതിരിയാ. അതിന് ആ നെറ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഞാനൊക്കെ പഠിച്ച സ്കൂൾ അങ്ങനെയാ. ആ നെറ്റില്ലാത്ത ഓഡിറ്റോറിയം. ഒരു ചുമര് അരച്ചുമര ഉണ്ടാകുക, അതിമ്മ കൂടി ചാടിയാണ്ട് നമ്മളൊക്കെ ക്ലാസ്സിൽ കയറുക. ബെഞ്ചും ഡെസ്കൊക്കെ ഇങ്ങനെ ആടുണ്ടാവും. ബോർഡ് പേര് ബ്ലാക്ക് ബോർഡ് എന്നാ, കളർ വെള്ളേ, എഴുതിയാൽ കാണൂല അല്ലേ? നടക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴിയിൽ ചാടി കാല് പൊട്ടും. അജാതി കുഴിയൊക്കെ ക്ലാസ്സിലുണ്ടാവും. ഒരു സൗകര്യമില്ല ക്ലാസ്സിൽ. ഫാനില്ല, ലൈറ്റില്ല. ഇരുടടച്ച് മഴ പെയ്താൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ പോലും കാണൂല. അങ്ങനത്തെ സ്കൂളിലാണ് ഞാനും നിങ്ങളൊക്കെ പഠിച്ചത്. ഒരു 40 വയസ്സ് പ്രായത്തിന് മുകളിലുള്ളവർ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ സ്കൂൾ ഇങ്ങനെയാണ്. നിങ്ങളുടെ പേരക്കുട്ടി പഠിക്കുന്ന, നിങ്ങളുടെ മകൻ പഠിക്കുന്ന സ്കൂൾ പോയി ഞങ്ങൾ. ഞാൻ കോഴിക്കോട്ടൊരു സ്കൂളിൽ പോയി. കോഴിക്കോട്ടൊരു സ്കൂളിൽ, അടിപൊളി സ്കൂള്. എന്നോട് അവിടുന്ന് പറഞ്ഞു, സാറേ ചെരുപ്പ് ഊരിയിട്ടിട്ട് കാരണം സ്കൂളിൻ്റെ വരാന്തയിൽ ചെരുപ്പൂരി കാരണമെന്ന്. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, സ്കൂളിലോ? ഇവിടെ ഒരു പൊടിയില്ല. ഞാൻ നോക്കിയപ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? എല്ലാ കുട്ടികളും ചെരുപ്പൂരി വെച്ചിട്ടുണ്ട്. ക്ലാസ് റൂമിലൊന്നും ഒരു പൊടിയില്ല. ഒരു പ്രശ്നം. എന്തൊരു വൃത്തി എന്നറിയോ? ചുമരൊക്കെ ചെത്തി തേച്ച് പെയിൻ്റ് അടിച്ച് ഓരോ ക്ലാസ് റൂമിലും ഒരു TV ഫിറ്റ് ചെയ്ത് പ്രൊജക്ടർ സംവിധാനം ഒരുക്കി
ഹെഡ് മാസ്റ്റർ എന്തെങ്കിലും ഒരു സാധനം വിളിച്ചു പറഞ്ഞാൽ അതെല്ലാ ക്ലാസ് റൂമിലും കേൾക്കുന്ന വ്യവസ്ഥ. എന്തൊരടുക്കും ചിട്ടയും എന്തൊരു വൃത്തിയും വെടുപ്പും. ക്ലാസ് റൂമുകളെല്ലാം ആധുനികവൽക്കരിച്ചിരിക്കുന്നു. പക്ഷേ അതിനകത്തിരിക്കുന്ന ഒറ്റ ചെക്കന്മാർക്കും പഠിക്കണ്ട. നമ്മൾ പഠിച്ച കാലത്തോ ഒരു 50% പഠിക്കും ഇനി അല്ലേ? ഇപ്പോഴോ ആർക്കും പഠിക്കണ്ട. സൗകര്യമൊക്കെ ഉണ്ട്, ഫാനുണ്ട്, ആ പഠിക്കണ്ട. കുറേ എണ്ണം മുടി നീട്ടിയതും നീട്ടാത്തതും അന്തം വിട്ടതും കണ്ടോ. ഒന്നും പഠിക്കാതെ ഒരു പണിക്കും പോവാതെ കയ്യിലെ മൊബൈൽ ഫോണിലും തോണ്ടി ജീവിതത്തിൻ്റെ ആയുസ് തീർക്കുന്ന എത്ര ചെക്കന്മാരുണ്ട് ഈ കൂട്ടത്തിൽ നമുക്ക്. എന്താ പഠിക്കണേ? എന്താ പണി? അപ്പം എന്താ പണി? തോണ്ടണം, റീൽസ്, ഷോർട്സ്. എന്നിട്ടോ ഓനിങ്ങനെ എവിടെയെങ്കിലും പോയി കണ്ട് രാത്രി പോവുക, പകല് പോവുക. എൻ്റെ നാട്ടിൽ നിന്ന് 2 ചെക്കന്മാർ ബൈക്കുമ്പോൾ പോവുക വൈകുന്നേരം. അപ്പം ഞാൻ വണ്ടി കണ്ട് കയറ്റുമ്പോൾ കണ്ട് എങ്ങോട്ടാ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാ ഞങ്ങൾ ഒന്ന് ഇവിടെ ബീച്ചിൻ്റെ അടുത്ത്. എന്ത്? റീൽസ് എടുക്കണം, റീൽസ് എടുക്കണം. അപ്പം എന്താ അവർക്ക് പണി? അവിടെ പോയിക്കാണ്ട് ഒരുത്തൻ്റെ റീൽസ് എടുക്കും, മറ്റോൻ്റെ റീൽസ് എടുക്കും. അതിങ്ങനെ ഇട്ടിട്ട് അതിന് എത്ര ലൈക്ക് ഉണ്ട് നോക്കിക്കും അല്ലേ? ഒരു പണിയും ചെയ്യാതെ, വിദ്യാഭ്യാസം നേടാതെ, ഇതിനോട് പുറംതിരിഞ്ഞ് നിന്ന് എന്നിട്ടോ പഠിക്കണം. എന്താ പഠിക്കണ്ടേ? പൈസ ഉണ്ടാക്കാൻ അല്ലേ? ഞാൻ ഇപ്പോഴത്തെ കുട്ടികളോട് പറയാണ്, എടാ ഒരു ദിവസം പണിക്ക് പോയാൽ 500 റുപ്യ കിട്ടിയാൽ 10 ദിവസം പണിക്ക് പോയാൽ 5000 കിട്ടും. ഒരു മാസം 15000 കിട്ടും. ഒരു കൊല്ലം 1,80,000 കിട്ടും അല്ലേ? അപ്പോൾ അവൻ തിരിച്ചെന്താ പറയാന്നറിയോ? അപ്പോൾ ഒരു ദിവസം 1000 കിട്ടിയാലോ 3 ലക്ഷത്തി ചില്ലാനും കിട്ടും. ഒരു ദിവസം 2000 കിട്ടിയാലോ 6 ലക്ഷം കിട്ടും അല്ലേ? ഒരു കൊല്ലം. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? ഈ 6 ലക്ഷം ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക? അത് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ മണിക്കൊണ്ട അല്ലേ? എന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന റീൽസ് എന്താ അറിയോ നിങ്ങൾക്ക്? യൂട്യൂബിൽ വരുമാനം കിട്ടുന്ന ആളുകൾ നമ്പർ 1 ഇന്നയാള്, നമ്പർ 2 ഇന്നയാള്. ഇയാൾക്ക് കിട്ടുന്നത് മാസത്തിൽ 4.8. സ്വന്തം ഭാര്യയുടെ സ്വകാര്യതകളെപ്പോലും നാട്ടുകാർക്ക് മുമ്പിൽ തുറന്ന ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്ത് യൂട്യൂബിലൂടെ പണമുണ്ടാക്കുന്ന ഭർത്താക്കന്മാരെത്രയുണ്ട് നിങ്ങൾക്ക്? സ്വന്തം പെണ്ണിനെ മേക്കപ്പ് ചെയ്ത് നല്ലതല്ലാത്ത വസ്ത്രം ധരിപ്പിച്ച് അവളുടെ ഭംഗി മുഴുവൻ നാട്ടുകാരെ കാണിച്ചു കൊടുത്തിട്ട് അവൻ യൂട്യൂബറാണ്. എന്താ അതിന് പേര് പറയാ? നിങ്ങൾ പറഞ്ഞോ? ആ പെണ്ണിന്റെ ശബ്ദം, ആ പെണ്ണിന്റെ ശരീരം ആൾക്കാരിങ്ങനെ കണ്ട് ആസ്വദിക്കുക. സ്വന്തം ഭാര്യയുടെ ഒക്കെ. നിങ്ങൾ സിനിമയൊക്കെ പോട്ടെ, സിനിമയിലൊക്കെ എന്താ ചെയ്യണത്? ഏതെങ്കിലും പെണ്ണിനെ പണം കൊടുത്ത് വാടകയ്ക്കെടുത്തിട്ട് അഭിനയിപ്പിക്കുക ചെയ്യണത്. ആ പെണ്ണിന്റെ പണി അഭിനയിക്കലാണ്. അതിന് വാടകയ്ക്ക് എടുക്കുകയാണ്. ഈ സിനിമയിൽ ഇത്ര പൈസ തരാം, നിങ്ങൾ അഭിനയിച്ചോ എന്ന് പറഞ്ഞിട്ട് പോട്ടെ. അപ്പോൾ ആ എഴുതി വെച്ച തിരക്കഥക്കനുസരിച്ച് ആ പെണ്ണ് കാണിക്കേണ്ടത് കാണിക്കേണ്ടി വരും, ചെയ്യേണ്ടി വരും, കെട്ടിപ്പിടിക്കേണ്ടി വരും, ബെഡ്റൂം ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വേണ്ടി വരും. പണം കൊടുത്ത സ്വന്തം ഭാര്യയെ മറ്റുള്ള ഒരു മനുഷ്യന് മുന്നിൽ ഒരു കാഴ്ച വസ്തുവാക്കി വെച്ചിട്ട് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന യൂട്യൂബർമാർ. എന്നിട്ട് അവനിങ്ങനെ മാസത്തിൽ 2 ലക്ഷം, മാസത്തിൽ 4 ലക്ഷം. എന്താ പണി? യൂട്യൂബറാണ്. ഇങ്ങനെയുണ്ട്. നമ്മുടെ കുട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യതാണ്. ഇതാ ലക്ഷ്യം. എന്നിട്ട് അങ്ങനെ നടക്കുക. അവന് പഠിക്കണ്ട, പഠിച്ച് മിടുക്കനാവണ്ട, അധ്വാനിച്ച് പണമുണ്ടാക്കണ്ട. അവനെന്താ വേണ്ടേ? അവനങ്ങനെ ഷോർട്ട് കട്ടിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള വഴി തേടുകയാണ്. അങ്ങനെ ധാരാളം പറ്റിക്കലുകൾ, എത്രയോ സൈറ്റുകൾ, ലോൺ കിട്ടുന്ന സൈറ്റുകളിൽ കേടി പെട്ടുപോയ ചെറുപ്പക്കാരെത്ര നിങ്ങൾക്ക്? എത്രണ്ണ? എളാപ്പ സ്ഥലം വിറ്റിട്ട് അളമാറയിൽ കൊണ്ടുവച്ച 4 ലക്ഷം രൂപ കാണാതായപ്പോഴാണ് എളാപ്പ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. അയാൾ അളമാറയിൽ കൊണ്ടുവച്ച 17 ലക്ഷം രൂപ അയാൾ സ്ഥലം വിറ്റതാ. അയാൾ വീടുണ്ടാക്കുമ്പോൾ വീട് പണിക്ക് വേണ്ടി മാറ്റിവെച്ച 17 ലക്ഷം രൂപ അളമാറയിൽ കൊണ്ടുപോയി വെച്ചു. ആ മനുഷ്യൻ ഒരു സ്ഥലം വിറ്റ പണം. ആ പൈസ പിന്നെ എടുത്ത് നോക്കിയപ്പം അതിൻ്റെ എണ്ണത്തിൽ കുറവ് 4 ലക്ഷം രൂപയോളം കാണാനില്ല. ചോദിക്കേണ്ടവരൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അറിയില്ല. അങ്ങനെയാണ് പോലീസിൽ എളാപ്പ കംപ്ലൈൻറ്റ് ചെയ്തത്. പോലീസ് വന്നു, പോലീസ് നായ വന്നു, മണം പിടിച്ചു. പോലീസുകാരെല്ലാം ചെക്ക് ചെയ്തിട്ട് പോലീസുകാർ പറഞ്ഞു ഈ പണം പുറത്തു നിന്നൊരാൾ വന്ന് മോഷ്ടിച്ചതല്ല,
ഒരടയാളം ഇവിടെ ഒന്നുമില്ല. ഇത് അകത്തുനിന്ന് മോഷ്ടിച്ചതാണ്. എങ്കിൽ ആരാണ്? ചർച്ചകൾ ഇങ്ങനെ സജീവമായി. ആ എളാപ്പയുടെ, ആ മനുഷ്യന്റെ മൂത്ത മകന് 9ാം ക്ലാസ് പഠിക്കുക, 14 വയസ്സാ. അയാളെ വിളിച്ചിട്ട് SI റൂമിൽ ഇരുത്തിയിട്ട് ചോദിച്ചു, മോനെ സത്യം പറഞ്ഞേക്ക്, സത്യം പറഞ്ഞേക്ക്, പിന്നെ പ്രശ്നമാവും. ആ ചെക്കൻ ആകെ പേടിച്ച് വിറച്ചിട്ട് പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല. എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല. അവനല്ല എടുത്തത്, അവനല്ലാതെ ആ വീട്ടു പിന്നെ ആരെടുക്കുക? അങ്ങനെ അന്വേഷണം ഇങ്ങനെ മുറുകി വന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഇയാളുടെ ജ്യേഷ്ഠന്റെ മകൻ, 22കാരൻ, അവൻ ട്രേഡിങ്ങിന്റെ ബിസിനസ് കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിച്ചതാ. 5 പൈസ കയ്യിലില്ലാതെ അവൻ ബിസിനസ്സുകാരനാവണം, അവന് യൂസുഫ് അലി ആവണം. അതിനവൻ ട്രേഡിങ് തുടങ്ങിയതാ. ട്രേഡിങ് തുടങ്ങിയപ്പോൾ കുറേ പണം നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാൻ പലരിൽ നിന്നും അവൻ പണം കടം വാങ്ങി. 22 വയസ്സുകാരൻ, ഡിഗ്രിക്ക് പഠിക്കുന്ന ചെറുക്കൻ, പലരിൽ നിന്നും പണം കടം വാങ്ങി. അവൻ്റെ ഫ്രണ്ട്സിനോട്, അവൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളോട് സ്വർണ്ണമാലയും ഈ മോതിരമൊക്കെ വാങ്ങി അതുവരെ അവൻ പണയം വെച്ചും വിറ്റുമാണ് അവൻ്റെ കടം നികത്തിയത്. കടം പെരുകുന്നു. അവൻ പല ബിസിനസ് ചെയ്ത് നോക്കുന്നു, ബിസിനസ് വിജയിക്കുന്നില്ല. അങ്ങനെയാണ് ഒരു ചെക്കൻ പറഞ്ഞത്, നീ ഒരു ലോൺ എടുക്ക്, ലോണ്. അങ്ങനെയാണ് മൊബൈലിൽ കയറിയിട്ട് അവൻ ഒരു ആപ്പിൽ കയറിയിട്ട് ലോൺ എടുത്തത്. 2 ലക്ഷം റുപ്യ അവൻ ലോൺ എടുത്തു. അവർ പലിശ കഴിച്ച് ബാക്കി പണം കൊടുത്തു ഈ ചെറുക്കന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിക്കാൻ തുടങ്ങി, പണം തിരികെ വേണം, അടവ് തെറ്റുന്നുണ്ട്, അടയ്ക്കാൻ പണം വേണ്ടേ. ഈ ചെറുക്കൻ കൊടുത്ത ഫോട്ടോ മറ്റ് സ്ത്രീകളുടെ ഫോട്ടോയുമായി മോർഫ് ചെയ്ത് ഇവൻ അയച്ചു കൊടുത്തു. ഉടുക്കാതെ നിൽക്കുന്ന ഫോട്ടോകൾ സ്ത്രീകളുടെ കൂടെ ഈ ചെറുക്കൻ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ് വാട്സപ്പിൽ. മര്യാദക്ക് പൈസ തന്നു, ഈ ഫോട്ടോ ഞങ്ങൾ പുറത്തേക്ക് വിടും. ഇവനാകെ പ്രാന്തായി. എവിടുന്നാ പൈസ കിട്ടുക? ആരാ പണം കൊടുക്കുക? കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തവൻ ആരെങ്കിലും പണം കൊടുക്കൂ? അവന് ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എളാപ്പ സ്ഥലം വിറ്റു എന്നവന് മനസ്സിലായത്. 22 വയസ്സുള്ള ചെറുക്കനെ അവനെ കൂട്ടിപ്പോയി മൂത്താപ്പേൻ്റെ വണ്ടി എടുത്തിട്ടാണ് ഇയാൾ 17 ലക്ഷം റുപ്യ വാങ്ങി വന്നത്. ബസ് കൊണ്ടുവരാൻ പറ്റൂലല്ലോ, സ്ഥലം വിറ്റ പണം ബസ് കൊണ്ടുവരാൻ പറ്റൂ. ആ ബസ്സിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഇവനെ കൂട്ടിയിട്ട് കാറും എടുത്ത് പോയി 17 ലക്ഷം റുപ്യ എണ്ണിയിട്ട് ഈ മനുഷ്യൻ വിശ്വസിച്ച് കവറിലിട്ട് കൊണ്ടുവരിക. ഇവന് മനസ്സിലായി എളാപ്പൻ്റെ പുരയിൽ പൈസ ഉണ്ടെന്ന്. എളാമ കാണാതെ അറിയാതെ വന്ന് റൂമിൽ കയറി അളമാറയുടെ ചാവി കണ്ടെടുത്ത് അത് തുറന്ന് 17-ൽ നിന്ന് 4 ലക്ഷം റുപ്യ ചെക്കെടുത്തുകൊണ്ട് പോകാൻ. 22 വയസ്സുള്ള ഡിഗ്രിക്കാരൻ. ഒക്കെ പോലീസ് അവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അവൻ സമ്മതിച്ചു. പോലീസുകാർ പറഞ്ഞു, എളാപ്പ പറഞ്ഞു, എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല, നിങ്ങൾ അവനൊന്നും ചെയ്യരുത്, എൻ്റെ ഇക്കാക്കൻ്റെ മോനാണ്, കംപ്ലൈൻ്റ് ഇല്ല, 4 ലക്ഷം റുപ്യ അല്ലേ, ഞങ്ങൾ ഉണ്ടാക്കിക്കോളും, നിങ്ങൾ ആ മോനെ വിട്. എന്നാലും SI 2 അടിയൊക്കെ കടിച്ചിട്ടാണ് വിട്ടത്. ഇനി മേലെ ആവർത്തിക്കരുത്. അവൻ എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അവൻ്റെ ഉമ്മയുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ബാപ്പയുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. എളാപ്പ ഇനി അവനെ പൊരേ കയറ്റൂല, കള്ളനാണ്. ഈ ചെക്കൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ്, ഞാൻ എന്താ ചെയ്യുക? കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഒരു പൈസയും കയ്യിലില്ലാതെ യൂസുഫ് അലിയാവാൻ ശ്രമിക്കുന്നവർ, വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞു നിന്ന് പണമുണ്ടാക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി വെച്ച കുട്ടികൾ, അവർ ചിന്തിക്കണം, ഉപ്പാൻ്റെ നെഞ്ചിലെ നിരിപ്പോടായി മാറരുത്, ഉമ്മാൻ്റെ കണ്ണീരായി നിങ്ങൾ മാറരുത്. അതായി മാറാതിരിക്കാനുള്ള വഴി ഉണ്ടാക്കണം. ആണും പെണ്ണും, ഞാൻ അതിനാ പറഞ്ഞത്. എന്തിനാണ് നമുക്കൊരു കുടുംബം? ഏത് കുടുംബമാണ് സ്വർഗത്തിൽ പോവുക? അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആസ്വദിക്കുന്ന കുടുംബം. എല്ലാ കുട്ടികളും, എൻ്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ ചിന്തിക്കണം, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കണ്ണീരായി മാറൂല. നിങ്ങൾക്ക് പ്രേമമുണ്ട് എന്ന് കരുതിയാൽ ഉമ്മാൻ്റെ കണ്ണീന്ന് കണ്ണീര് വരും. 16 കൊല്ലമായിട്ട് ആ ഉമ്മ കഷ്ടപ്പെട്ട് പോറ്റിയതാ നിങ്ങളെ. ഉമ്മാൻ്റെ ആയുസ്, ഉമ്മാൻ്റെ ചെറുപ്പം, ഉമ്മാൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതാണ്. ഉമ്മ പ്രസവിക്കുമ്പം 18 വയസ്സാ. അന്ന് എന്തൊരു സുന്ദരിയെന്നറിയോ, എന്തൊരു ആരോഗ്യം ഉണ്ടെന്നറിയോ? ആ ആരോഗ്യം മുഴുവൻ ഉമ്മ ചെലവഴിച്ചത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ പോറ്റാനാണ്. ആ പോറ്റി വളർത്തിയ കുട്ടി, ആ കുട്ടിയുടെ ഒരു ബന്ധം ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അവളുടെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ, അവളുടെ ചാറ്റിംഗ് എടുത്ത് നോക്കുമ്പോൾ അത് കണ്ടിട്ട് ഉമ്മാക്ക് കണ്ണീരടക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ കുട്ടി സ്വർഗത്ത് പോവുക? അവിടെ നിന്നുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് യാത്ര പോകുന്ന ഒരു യാത്രയിലാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. നമ്മുടെ യാത്ര സ്വർഗത്തിലേക്കാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഇങ്ങനെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതിൽ യാത്ര നമ്മൾ 5 നേരം നിസ്കരിക്കുന്നത് എന്തിനാണ്?
നോമ്പ് നോറ്റത് എന്തിനാണ്? ഉത്തരം ഒന്നേ ഉള്ളൂ, നമുക്ക് സ്വർഗം വേണം. ഈ ചൂടുള്ള സമയത്തും ഇങ്ങനെ മൂടിപ്പൊതച്ച് പർദ്ദയിട്ട് എന്തിനാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇരുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ തുറന്ന് കാണിക്കുന്ന ഡ്രസ്സ് ഇടാമായിരുന്നല്ലോ. പക്ഷേ എൻ്റെ മുടിയൊന്ന് പുറത്ത് കണ്ടാൽ, എൻ്റെ ശരീരം മറ്റൊരുത്തൻ ആസ്വദിച്ചാൽ അള്ളാ എന്നെ ശപിക്കും, സ്വർഗം കിട്ടൂല, സ്വർഗത്തിൻ്റെ പരിമളം പോലും ലഭിക്കാത്ത പെണ്ണായി മാറും. അങ്ങനത്തെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കതാണ്, സ്വർഗത്തിൻ്റെ മണം കിട്ടാത്ത പെണ്ണ്. സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതില്ലാത്തവർക്ക് എങ്ങനെ നടക്കാലോ? ഒരു പ്രശ്നമില്ലല്ലോ. അത് കൊതിച്ചിട്ടല്ലേ ഈ ചൂടത്ത് ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങളിങ്ങനെ മൂടിപ്പൊതച്ചിരുന്നത്? അത് കൊതിച്ചിട്ടല്ലേ നമ്മൾ എന്തൊക്കെ ആഗ്രഹം നമുക്കുണ്ട്, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും, പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ഉണ്ട്. നമ്മളെ കച്ചവടത്തിൽ നമ്മൾ അല്പം സത്യസന്ധത പാലിച്ചത്, ലാഭം ഒരിത്തിരി കുറഞ്ഞാലും വേണ്ടിയില്ല, അത് മതി എന്ന് ചിന്തിച്ചത്, തീരുമാനിച്ചത് നമ്മൾ എന്തിനാണ്? എത്രയോ സുന്ദരി പെണ്ണുങ്ങൾ അങ്ങാടിയിലൂടെ പോകുമ്പോഴും കണ്ണ് താഴ്ത്തിയത് എന്തിനാണ്? ഉത്തരം ഒന്നേ ഉള്ളൂ, സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ആ യാത്ര അവസാനിക്കുക സ്വർഗത്തിലാണ്. ഈ ഭൂമിയിൽ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് തീർക്കണമെന്ന് സ്വതന്ത്ര ചിന്തകർ പറയുമ്പോൾ നമുക്കൊരു ജീവിതമല്ല കൂട്ടരെ ഉള്ളത്. നമ്മുടെ വലിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഈ ജീവിതം. ട്രയലാണിത്. ഇതല്ല നമ്മുടെ ജീവിതം. 50, 60, 70, 80 വയസ്സ് വരെ മാത്രം ഈ ഭൂമിയിൽ ഇങ്ങനെ മനുഷ്യൻ ജീവിക്കും. അത് കഴിഞ്ഞ് മരിച്ച് നാളെ സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതം ഉള്ളത്. ഇതല്ല ജീവിതം. ഇവിടെ കഷ്ടപ്പെട്ടത് അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ്. എങ്കിൽ ആ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം മക്കളും ബാപ്പയും ഉമ്മയും അമ്മായിയമ്മയും അമ്മായിയപ്പനും നാത്തൂന്മാരും ഒക്കെ വേണ്ടേ? ഒരമ്മായി അമ്മയുടെ സ്വഭാവം കൊണ്ട് ഒരു മരുമകളുടെ കണ്ണീര് വീണാൽ, മരുമകളെ സ്വഭാവം കൊണ്ട് അമ്മായി അമ്മയുടെ കണ്ണീര് വീണാൽ നാളെ സ്വർഗത്തിലേക്കുള്ള കവാടത്തിനകത്ത് അത് പ്രശ്നമുണ്ടാകും. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആ യാത്രയിലാണ് നമ്മൾ. ആ യാത്ര അവസാനിക്കേണ്ടത് കുടുംബത്തോടെ സ്വർഗത്തിലാണ്. എങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് നാം മാറ്റിമറിക്കേണ്ടത്? ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്വഭാവം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളിൽ ഒന്നത് എന്നെക്കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ചില കാര്യങ്ങൾ മാത്രം എണ്ണിപ്പറയാം, ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ എന്തു വേണം? എന്തിനാ നമ്മൾ കുടുംബമായത്? ഞാൻ പറഞ്ഞു, ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും മനോഹരമായ ആസ്വാദനം എന്താണ്? അതിൻ്റെ പേരാണ് സ്നേഹം. സ്നേഹം, ഞാൻ പറഞ്ഞ വാക്ക് ഏവർക്കും പരിചയമുള്ള വാക്കാണ്. എന്തിനാ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും, ഇത്തിരി സ്നേഹം കിട്ടാനാണ്. ഒരു പെണ്ണിനെ, എൻ്റെ മോളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടല്ല ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുക. കല്യാണം പെൺകുട്ടികളെ വാപ്പാരുണ്ടാവും ഈ കൂട്ടത്തിൽ. വേറൊരുത്തന് കല്യാണം കഴിച്ച് തൻ്റെ മകളെ കൊടുക്കുമ്പോൾ ഒരു ബാപ്പാൻ്റെ നെഞ്ച് പിടയ്ക്കും. ഞാൻ പലപ്പോഴും നിക്കാഹ് നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറ് ആ ബാപ്പാൻ്റെ മുഖമാണ്. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിക്കാഹിൻ്റെ സമയത്ത് അയാൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടേ? ഏത് നിക്കാഹും ശ്രദ്ധിച്ചോ. എത്ര വലിയ പ്രഭാഷകനും പണ്ഡിതനും ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇനി നിക്കാഹ് നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ആ നിക്കാഹ് നടക്കുമ്പോൾ ഇരിക്കുന്ന നമ്മളൊക്കെ നോക്കുക ചെക്കനെ. അതാ പ്രശ്നം. നല്ല തിളങ്ങണ കുപ്പായൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? പുതിയാപ്പിളനെയുള്ള നമ്മൾ നോക്കുക. ഒരു സോഫമ്മൽ പിയാപ്പിളയും ഒരു സോഫമ്മൽ പെണ്ണിൻ്റെ വാപ്പയും ഉണ്ടാവും. എല്ലാവരുടെ കണ്ണുകളും പുതിയാപ്പിളമക്ക. അവിടെ വന്നവരൊക്കെ നോക്കുക, ചെക്കൻ നല്ല കുഴപ്പമില്ല കേട്ടോ എന്ന് പറയും അല്ലേ? ഞാൻ ശ്രദ്ധിക്കാറ് പിയാപ്പിളനല്ല. ഞാൻ ശ്രദ്ധിക്കാറ് തൻ്റെ മകളെ 19 കൊല്ലം പോറ്റി 20 കൊല്ലം സ്നേഹിച്ച് വേറൊരുത്തിന് പിടിച്ചു കൊടുക്കുന്ന ഒരു ബാപ്പാൻ്റെ നെഞ്ചിൻ്റെ പെടപ്പ്. ആ പെടപ്പ് ഇങ്ങനെ കാണാൻ കേൾക്ക്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, കല്യാണത്തിന് പോകുന്നവർ ഇനി ശ്രദ്ധിച്ചോ. എൻ്റെ മകളെ ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോഴും പെടയ്ക്കും എൻ്റെ മനസ്സ്. കാരണം എന്താ അറിയോ? സ്നേഹിച്ച് കൊതി തീർന്നിട്ടല്ല കൂട്ടരെ എൻ്റെ മോളെ ഞാൻ വേറൊരുത്തിന് കൊടുത്തത്. അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു തആല പ്രായപൂർത്തിയായ പെണ്ണിനെ സ്വാലിഹായ ഒരു മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ കെട്ടിക്കണ്ട നിങ്ങളെ മക്കളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കെട്ടിക്കോ? കിട്ടുമോ പെണ്ണിനെ? എൻ്റെ ഭാര്യ
അവളുടെ വാപ്പ എൻ്റെ കൈ പിടിച്ച് നിങ്ങളെ ഞാൻ ഇവളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടഞ്ഞിട്ടുണ്ടാകും. കാരണം സ്നേഹിച്ച് കൊതി തീർന്നിട്ടല്ല ഒരു മകളെ മറ്റൊരുത്തിന് പിടിച്ചു കൊടുക്കാറ്, അല്ല. പിന്നെയോ ആ പെണ്ണ് അവനെ സ്നേഹിക്കട്ടെ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയാൽ, ഞാൻ മരിച്ചു പോയാലും എൻ്റെ മകൾ സുരക്ഷിതയാവണം, അവൾക്ക് ഒരു നാഥനുണ്ടാവണം. അതാ ഇസ്ലാമിലെ കുടുംബം. സ്വതന്ത്ര ചിന്തകർ പറയുന്ന പോലെ ഇടുങ്ങിയ സമീപനമല്ലത്. അത് പെണ്ണിനെ സുരക്ഷിതമാക്കാനുള്ള മാർഗമാണ്. ഇനിയോ ആ പെണ്ണ് ആ ചെറുക്കൻ്റെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് വരിക. നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കും, ഞാനും നിങ്ങളും ഒക്കെ ഒരു ബാപ്പാൻ്റെ കയ്യിൽ നിന്ന് പെണ്ണിനെ ഏറ്റെടുത്തവരാണ്. ആ ഏറ്റെടുത്തപ്പോൾ നമ്മൾ കൊടുത്തൊരു കരാറുണ്ട്. എന്താ കരാറ്? ഞാൻ നോക്കും, പൊന്നുപോലെ നോക്കും. റസൂല് പറഞ്ഞു തരികയാണ്, നീ ഉടുത്താൽ അവളെ ഉടുപ്പിക്കണം, നീ തിന്നുണ്ടെങ്കിൽ അവളെ തീറ്റിക്കണം, അവളെ നീ അപമാനിക്കരുത്, മുഖത്തടിക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. പെണ്ണിനോട് ചെയ്യാനുള്ള പ്രോട്ടോകോള് റസൂൽ പഠിപ്പിച്ചു തരിക. പ്രായം തികഞ്ഞാണ്ട് കെട്ടിക്കൊണ്ടോന്നോ, എന്നിട്ട് ആ പെണ്ണിനിട്ട് കഷ്ടപ്പെടുത്തിക്കോന്നല്ല റസൂൽ പറഞ്ഞ്. നീ അവളെ അപമാനിക്കരുത്, ആൾക്കാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് സെയിൽസ്മാൻ്റെ മുമ്പിൽ നിന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുണ്ടാക്കരുത് എന്ന് പറഞ്ഞതിന് അർത്ഥം അതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്വകാര്യമായിട്ട് നിങ്ങളുടെ ബെഡ്റൂമിനകത്തുനിന്ന് തീർക്കണം. അവളെ തല്ലണോ, മുഖത്തടിക്കരുത്, ചോര പൊടിയരുത്, അപമാനിക്കരുത്. അവൾ പെണ്ണാണ്, അവളെ നീ മാനിക്കണം, സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം. ഇതാ ഇസ്ലാം. കണ്ടോ നിങ്ങൾ? ആ പെണ്ണ് ഒരു ബാപ്പാൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരികയാണ്. അവൾക്ക് എന്താ വേണ്ടത്? സ്നേഹം. എന്തിനാ വന്നത് നമ്മളെ കൂടെ? സ്നേഹത്തിന്, വേറെ ഒന്നിനുമല്ല. ബാപ്പ കൊടുത്തതിനേക്കാൾ ഒരു പടി മുന്നിൽ സ്നേഹം നൽകാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമുക്ക് കഴിയണം. നോക്കുങ്ങൾ. എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ടുവരിക നമ്മളെ വീട്ടിലേക്ക്. ഏതോ ഒരു വീട്, നമുക്കാർക്കും മറ്റൊരു വീട്ടിൽ ചെന്ന് നിൽക്കാൻ കഴിയില്ല. നമ്മുടെ വീട്ടിനകത്തേക്ക് ഒരു പെണ്ണിനെ പറിച്ചു നടണ പ്രിയപ്പെട്ട അമ്മായിമ്മമാരെ, നിങ്ങൾ ചിന്തിക്കണം, ഒരു പുരയിലെ പെണ്ണാണത്. ആ വീട്ടിലെ സാഹചര്യമല്ല നിങ്ങളെ വീട്ടിലുള്ളത്. ആ പെണ്ണ് ഇവിടെ വരുമ്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ക്ഷമയോടുകൂടി അവളെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യത അമ്മായിമ്മക്കുണ്ട്. അല്ലെങ്കിൽ നാളെ എത്ര നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും കാര്യമില്ല, മരുമകളുടെ കണ്ണീര് അമ്മായിമ്മ വീഴ്ത്തിയിട്ടുണ്ടോ എങ്കിൽ ആ കണ്ണീര് നാളെ പരലോകത്ത് പൊള്ളും. മരുമകളുടെ സ്വഭാവം കൊണ്ട് അമ്മായിമ്മൻ്റെ കണ്ണീര് വീണോ? ഒരേ ഒരു മകൻ, ഒറ്റ മകൻ, 2 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു ഉമ്മാക്കൊരു മോന. ആ മോനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഉമ്മ ചിന്തിച്ചത്, എനിക്കൊരു മോളെ വേണം, എൻ്റെ 2 കുട്ടികളെയും ഞാൻ കൊടുത്തു, ഇനി എനിക്കൊരു മോള് വേണം. എൻ്റെ കയ്യോ കാലോ ഒടിഞ്ഞാൽ എനിക്ക് ബാത്റൂമിനകത്ത് എന്നെ ഒന്ന് കുളിപ്പിക്കാൻ എനിക്കൊരു മോള് വേണം. എൻ്റെ മകൻ നല്ല സ്നേഹത്തിലുള്ളൊരു പെണ്ണിനെ കെട്ടണം. അങ്ങനെ മകന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണ് അവൾ ആദ്യം ശ്രമിച്ചത് ഉമ്മയും ബാപ്പനെയും മാറ്റി നിർത്താനാ. ഉമ്മാക്ക് ഇഷ്ടമുള്ളൊരു കറി ഉണ്ടാക്കി കൊടുക്കാൻ ആ പെണ്ണിന് കഴിയില്ല. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട പോലെ ഡ്രസ്സ് അലക്കി കൊടുക്കാൻ ആ പെണ്ണിന് കഴിയില്ല. അവൾ ഭർത്താവിനോട് പറയും, എന്നെ കൊണ്ട് കഴിയൂല ഞങ്ങളെ തള്ളനെ നോക്കാൻ. പാവം ഭർത്താവ്. 2 കുട്ടികൾ ഈ ഭർത്താവിന് ഈ പെണ്ണിലുണ്ട്. ഈ 2 കുട്ടികൾ അനാഥമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഭർത്താവ് അങ്ങനെ മിണ്ടാതിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് റൂമിനകത്ത് നിസ്കാരപ്പായിലിരുന്നിട്ട് ഉമ്മ കരഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട മരുമകളെ, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, അമ്മായിമ്മൻ്റെ കണ്ണീര് നാളെ പരലോകത്ത് പൊള്ളും. ഇടക്കിടക്ക് വീട്ടിലേക്ക് വന്ന് നാത്തൂമാർ വരും, ഉമ്മാനെ കാണാൻ വരുന്നതാന്നാ പേര്. എന്നിട്ട് അവിടെ ഇങ്ങനെ പുകട്ടിട്ടാണ് പോവും അല്ലേ. അതുവരെ നാത്തൂമാർ ആ മരുമകൾ കഷ്ടപ്പെട്ട് ഉമ്മാൻ്റെ അടുത്തൊരു ഇമേജൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കായിരിക്കും. വേറെ ഏതോ ഒരു വീട്ടിലെ പെണ്ണ, അവൾ ആ വീട്ടിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉമ്മാനൊക്കെ ഒന്ന് ഒതുക്കി ഉമ്മാനൊക്കെ ഒന്ന് സോപ്പിട്ട് നിൽക്കായിരിക്കും. നാത്തൂമാരും ഇങ്ങോട്ട് കയറി വരും, ഒന്നായിട്ട് പുകച്ചൊരു പോക്ക. എൻ്റെ പ്രിയപ്പെട്ട നാത്തൂന്മാരെ, ആ പുകച്ചു പോയിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സുബൈക്ക് എണിച്ച് ഖുർആൻ ഓതിയിട്ട് ആ ഖുർആൻ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടൂല. ആ നിസ്കാരം നിങ്ങൾക്ക് നാളെ ഉപകാരപ്പെടൂല. റബ്ബിൻ്റെ മുമ്പിലെത്തുമ്പം അള്ള ചോദിക്കുന്ന ചോദ്യം, നിന്റെ നാവ് കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു പെണ്ണിൻ്റെ കണ്ണീര് വീണുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കിട്ടൂല സ്വർഗം. കുടുംബത്തോടെ സ്വർഗത്ത് പോകണമെന്ന് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, ഞാൻ എൻ്റെ മുമ്പുള്ള പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മരുമകളെക്കുറിച്ച്, എനിക്കറിയാവുന്നൊരു മരുമകളെക്കുറിച്ച്. ആ മരുമകള് ഒരു മുജാഹിദ് കുടുംബത്തിലേക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച പെണ്ണ. എന്നെ കെട്ടുന്ന ഭർത്താവ് സെലഫിയാവണം, പള്ളിയിൽ പറഞ്ഞേക്കണം, എന്നെക്കൊണ്ട് ഇത്തികാഫിന് പോകണം, പള്ളിയിൽ പോകണം എന്നൊക്കെ ചിന്തിച്ചൊരു പെണ്ണ് മുജാഹിദുകൾ നടത്തുന്ന അറബിക് കോളേജിൽ പഠിച്ച്
ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ട് ബാപ്പയോട് എനിക്ക് കൊണ്ടുവരുന്ന ചെക്കൻ സെലഫി ആവണമെന്ന് കൃത്യമായി നിർദ്ദേശിച്ച പെണ്ണ്. ആ സുന്ദരിയായ പെണ്ണിന് ഒരു ചെക്കനെ കൊണ്ടുവരികയാണ് ബാപ്പ. ചെക്കൻ വന്നു, നല്ല താടിയുണ്ട്, അടിപൊളി ചെക്കൻ. ആ പെണ്ണ് അവനോട് ചോദിച്ച ചോദ്യം, നീ സെലഫിയാണോ? അയാൾ പറഞ്ഞു ആണ്. എൻ്റെ ഉമ്മ സുബൈക്ക് പള്ളി പോവും. ഉമ്മ, ബാപ്പല്ല. എൻ്റെ തൊട്ടടുത്ത പള്ളി ഞങ്ങളുടെ പള്ളിയാ. ഉമ്മ സുബൈക്ക് പള്ളി പോവും. നേരം കിട്ടുമ്പോൾ ഒക്കെ എല്ലാ ഭക്തരുടെ ഉമ്മ പള്ളി പോവും. ബാപ്പ പോട്ടെ, ബാപ്പക്ക് പള്ളി പോണല്ലോ, ഉമ്മ പള്ളി പോവും. ഈ പെണ്ണ് ആ ചെറുക്കൻ്റെ മുഖം നോക്കിയില്ല. കാണാൻ ഒരു ഭംഗിയുമില്ലാത്തൊരു ചെറുക്കൻ, അത്രയ്ക്ക് രസമൊന്നുമില്ല കാണാൻ. നല്ല സുന്ദരിയാ പെണ്ണ്. ആ സുന്ദരി പെണ്ണ് ആ ചെറുക്കനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്കിത് മതി, അവൻ്റെ ഭംഗിയല്ല എനിക്ക് വേണ്ടത്, ദീനാണ്, എനിക്കിവൻ മതി. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണ് സന്തോഷത്തോടെ കല്യാണപ്പുരയിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, എന്ത് നോക്കിയാ അവൾ ഈ ചെക്കനെടുത്തത്? അപ്പോൾ ആ പെണ്ണ് ഉള്ളിൽ പറഞ്ഞു, ഞാൻ എടുത്തത് അകത്ത സൗന്ദര്യം നോക്കിയിട്ടാ, പുറത്തല്ല. ഇതാ പെണ്ണ്, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു പെണ്ണ്. അവൾ ഈ ചെക്കൻ്റെ കയ്യും പിടിച്ചിട്ട്, അവനാണെങ്കിലോ നിധി കിട്ടിയ പോലെ ഒരു പെണ്ണിനെ കിട്ടി, സുന്ദരിയായൊരു പെണ്ണിനെ, അവൻ്റെ നിധി. ആ പെണ്ണിൻ്റെ കയ്യും പിടിച്ചിട്ട് അവൻ വീട്ടിലേക്ക് കയറുകയാണ്. 3 മാസം ആ വീട്ടിൽ അവൻ താമസിച്ചു. 3 മാസം കഴിഞ്ഞിട്ട് ഈ ചെക്കൻ ഗൾഫിക്ക് പോവാണ്. ഗൾഫിൽ പോയ ചെറുക്കൻ ഗൾഫിൽ നിന്ന് ഉമ്മാനെ വിളിക്കും, ഈ പെണ്ണിനെയും വിളിക്കും. ഈ പെണ്ണ് അറബി കോളേജിൽ പഠിച്ച പെൺകുട്ടിയാണ്. അവൾ ഫോണിൽ ഓൺലൈനായിട്ട് ചില കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, ഖുർആൻ ഇഫ്ലാക്കുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണ്, എല്ലാ പണിയും ചെയ്യും, നല്ല മിടുക്കി പെൺകുട്ടിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവൾ ഖുർആൻ്റെ തജ്വീദ് ഓതുന്ന കുട്ടികൾക്ക് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി റൂമൊക്കെ പോവും. ഈ ചെറുക്കൻ വിളിക്കുമ്പം ഉമ്മാനോട് ചോദിക്കും, ഉമ്മ എന്തൊക്കെ വർത്താനം? ഉമ്മ വർത്താനമൊക്കെ പറയും. എന്നിട്ട് അവൻ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ എൻ്റെ പെണ്ണെവിടെ? അപ്പം ഉമ്മ പറയാണ്, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ മോനെ ശ്രദ്ധിച്ചേക്കണ്ടേ, എപ്പം നോക്കിയാലും അവള് ഫോണിലാ. ഉമ്മ ഒരു വിഷം എത്തിച്ചു കൊടുക്കാണ്. ഈ സംസാരം കഴിഞ്ഞിട്ട് അവൻ വിളിക്കുക പിന്നെ ഭാര്യക്കാണ്. ഭാര്യനെ വിളിക്കുമ്പോൾ അവൻ്റെ ടോണ് മാറിയിട്ടുണ്ടാവും അല്ലേ, എപ്പോഴും നീ ഫോണിലല്ലേ എന്ന് ചോദിക്കൂലേ. ഉമ്മ ഒറ്റിച്ചു കൊടുത്ത വിഷാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മനെ വിളിക്കും, ഉമ്മനോട് ചോദിക്കും, പെണ്ണെവിടെ? ഉമ്മ പറയും, മോനെ കാണാൻ ഭംഗിയുള്ള പെണ്ണ, ശ്രദ്ധിക്കണേ. ഉമ്മ ഒറ്റിച്ചു കൊടുക്കുക വിഷം. നിങ്ങൾക്കറിയോ 9 മാസം കഴിഞ്ഞിട്ട് ആ ചെക്കൻ നാട്ടിൽ വരികയാണ്. 9 മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഈ ചെറുക്കനും ഈ പെണ്ണും തമ്മിൽ വഴക്കായി, പ്രശ്നമായി, വിശ്വാസമില്ലാത്ത പ്രശ്നങ്ങൾ, സംശയങ്ങൾ, അവസാനം അടിച്ച് പിരിഞ്ഞ് ഒരു കൗൺസിലിങ്ങിൽ പോലും ഒതുങ്ങാത്ത തരത്തിലേക്ക് മാനസികമായിട്ട് അകന്ന് ഈ ബന്ധം മുന്നോട്ട് പോവില്ല എന്ന് തീരുമാനിച്ച് അത് പിരിയാണ്. ആ നിക്കാഹ് അവിടെ അവസാനിക്കാണ്, അത് ഡൈവോഴ്സിലെത്താണ്. നോക്കണം, ആ പെണ്ണ് താൻ സ്വപ്നങ്ങൾ കണ്ട് കയറി വന്ന വീട്ടിലേക്ക് ആ പെണ്ണ് ബാപ്പാൻ്റെ കൂടെ വരിക. എന്തിനാ വരുന്നതെന്നറിയോ? അവളുടെ സാധനമൊക്കെ എടുക്കാൻ. മേലത്തെ മണിയറയിൽ നിന്ന് അളമാറയിൽ അടുക്കി വെച്ച തൻ്റേതായ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ നിറച്ചിട്ട്, ഒരു ബാഗും പിടിച്ചിട്ട് പെണ്ണിൻ്റെ വാപ്പയും പിറകിൽ 2ാമത്തെ ബാഗും പിടിച്ചിട്ട് ഈ പെണ്ണും ഇറങ്ങാണ്. ആ ഇറങ്ങുമ്പോൾ ആ പെണ്ണിൻ്റെ കണ്ണിന്ന് കണ്ണീരിങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. താൻ സ്വപ്നം കണ്ടുവന്ന വീട്, എത്ര ഭംഗിയില്ലാഞ്ഞിട്ടും ദീൻ നോക്കി കെട്ടിയ ഒരു ചെക്കൻ, ആ പെണ്ണിൻ്റെ കണ്ണീരിങ്ങനെ ഉറ്റിയിട്ട് ഓരോ സ്റ്റെപ്പുമ്പലും കണ്ണീരിങ്ങനെ വീഴുകയാണ്. ബാപ്പാൻ്റെ കൂടെ കാറിൽ കയറിയിട്ട് ആ ഗ്ലാസ് ഇങ്ങനെ താത്തിയിട്ട് താൻ കയറി വന്ന വീട് അവസാനമായി കലങ്ങിയ കണ്ണിലൂടെ ആ പെണ്ണിങ്ങനെ നോക്കിയിട്ട് പുറത്തിങ്ങനെ നിൽക്കുന്ന ഭർത്താവിനെയും അമ്മായിമിനെയൊക്കെ ഒരു നോട്ടം നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ബാപ്പാൻ്റെ കൂടെ തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. ഇനി നിങ്ങൾ പറ, സുബൈക്ക് നിസ്കരിക്കാൻ പോയിട്ട് എല്ലാ ഭക്തനും പള്ളിയിൽ പോയിട്ട് 5 നേരം ഖുർആൻ ഓതിയിട്ട് ഈ പെണ്ണ് എങ്ങോട്ടാ പോവുക? നിങ്ങൾ പറ. ഈ ഉമ്മാൻ്റെ അക്കൗണ്ടിൽ കുറെ നിസ്കാരം നോമ്പുണ്ടായിട്ട് കാര്യമുണ്ടോ? നാളെ മനുഷ്യനോട് ചെയ്തത് പൊരുത്തപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കുടുംബം നമ്മുടെ സ്വർഗമാണ്. കുടുംബത്തിനകത്ത് സ്വർഗമുണ്ട്, കുടുംബത്തിനകത്ത് തന്നെ നരകമുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് നരകം ഉണ്ടാക്കാം. ഇനി ഞാൻ ഓരോരോ സംഭവങ്ങൾ ഈ നേരില്ലാത്ത സമയത്ത് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നില്ല. സ്നേഹം, ആ സ്നേഹം തൻ്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളോടും തികഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കണം. ഞാൻ ചുരുക്കാണ്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്.
അതാ കുടുംബം സ്വർഗത്തിൽ പോകാനുള്ള മാർഗം. ആ സ്നേഹം പ്രകടിപ്പിക്കണം. ഭർത്താവിനോട് സ്നേഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രകടിപ്പിക്കണം. മക്കളോട് സ്നേഹമുണ്ടോ? നിങ്ങൾ പ്രകടിപ്പിക്കണം. അമ്മായിമ്മനോട് സ്നേഹമുണ്ടോ? പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാൻ ഉള്ളതാണ്, അല്ലാതെ ഉള്ളിലൊതുക്കി വെക്കാനുള്ളതല്ല സ്നേഹം. ബാപ്പാക്ക് സ്നേഹമുണ്ട് മോളെ, ബാപ്പാക്ക് സ്നേഹമുണ്ട് മോളെ എന്ന് ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ബാപ്പാന്റെ സ്നേഹം, അകത്തുള്ള സ്നേഹം മക്കൾക്ക് പ്രകടിപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. കരിമ്പാറയുള്ള കിണറ്റിലെ വെള്ളം പോലെ ആവരുത് കൂട്ടുകാരെ നിങ്ങളുടെ പ്രേമം, നിങ്ങളുടെ സ്നേഹം. കണ്ടോ? ആ സ്നേഹം കരിമ്പാറുള്ള കിണറ്റിലെ വെള്ളമാവരുത്. എന്താ കരിമ്പാറുള്ള കിണറ്റിലെ വെള്ളമൊക്കെ പ്രത്യേകത? വെള്ളം ഉണ്ടാവും അടിയിൽ, കിട്ടൂല അല്ലേ? കുയിക്കുന്ന ആള് പറയും വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ? ഇതിൻ്റെ അടിയില. ഇത് പൊട്ടിക്കണം, ഭയങ്കര പ്രശ്ന. വെള്ളമുണ്ട്, കിട്ടൂല. നിങ്ങൾ ഒഴുകണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. ഇനി ഞാൻ പറയുന്നത് പ്രിയമുള്ള ഉമ്മമാർ, ഉപ്പമാർ, മക്കൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കുടുംബത്തിനകത്ത് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. മറന്നു പോകരുത്. 3 കാര്യങ്ങളിലൂടെ. ഒന്ന് നിങ്ങളുടെ സ്വഭാവം, പെരുമാറ്റം, സംസാരം. സംസാരത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കണം. ഐ ലവ് യു. ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? കുട്ടി വന്ന്, നഴ്സറി പഠിക്കുന്ന പെൺകുട്ടി വന്ന് ഉമ്മനോട് പറയണം, ഉമ്മ എൻ്റെ ക്ലാസ്സിൽ മറ്റേ ചെക്കൻ വന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞ്. ഉടനെ ഉമ്മ ആരാടാ പറഞ്ഞ്, എന്താടാ പറഞ്ഞ്? ഉണ്ടോ? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ തെറിവാക്കാ നമ്മളെ നാട്ടിൽ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? എനിക്കിന്നെ ഇഷ്ടമാണ് എന്നാ. ഐ ലവ് യു എന്ന് പറയേണ്ടത് അങ്ങാടിയിൽ വായി നോക്കി നിൽക്കുന്ന ചെറുക്കനല്ല, ഉമ്മ മക്കളോടാണ്, ഭാര്യ ഭർത്താവിനോടാണ്, കുടുംബത്തിനകത്തുള്ളവർ കുടുംബത്തിലുള്ളവരോടാണ്. എനിക്കിഷ്ടാട്ടോ, എൻ്റെ മോൾ എനിക്കിഷ്ടാട്ടോ, എൻ്റെ ഭാര്യ എനിക്ക് ഇഷ്ടാട്ടോ, എനിക്കിഷ്ടമാണ് നിന്നെ, ഐ ലവ് യു. ഏതെങ്കിലും ഒരു മനുഷ്യ ഇത് പറയലുണ്ടോ? നിങ്ങൾ ആലോചിക്കുക. എനിക്കിഷ്ടമാണെന്ന്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾ ഫാത്തിമയെ വിളിച്ച പേരെന്താ? എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ എന്നാ. എൻ്റെ മോള് ഫാത്തിമ എന്നും കൂടിയല്ല, എൻ്റെ കരളിൻ്റെ കഷ്ണം, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ എന്നാ. ആ ഫാത്തിമയെ റസൂൽ സ്നേഹിച്ച് കാണിച്ചു തന്നു നമുക്ക്. റസൂലിൻ്റെ സ്വഭാവം, പെരുമാറ്റം, സംസാരം കണ്ടോ? എൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന്. എൻ്റെ മോളെ കാണുമ്പോൾ ഞാൻ പറയണത് എൻ്റെ പ്രിയപ്പെട്ട മോളാണ്, എനിക്കിഷ്ടമാണ്. ഒരു ഉമ്മ മക്കളോട് പറയണം. അങ്ങാടിയിലെ ചെക്കൻ ഐ ലവ് യു എന്ന് പറയുമ്പം നമ്മുടെ പെൺകുട്ടി പറയണം, ഇതൊക്കെ എത്രയോ ഞാൻ കേട്ടതാ, എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, വാപ്പ പറഞ്ഞിട്ടുണ്ട്, കാക്ക പറഞ്ഞിട്ടുണ്ട്, താത്ത പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മുടെ കുട്ടി ആദ്യമായിട്ട് കേൾക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊരാൾ പറയണത്. അത് എപ്പോഴാണ് കേട്ടത്? 16-ാമത്തെ വയസ്സിൽ +1 പഠിക്കുമ്പോൾ. അതുവരെ ഉപ്പ പറഞ്ഞില്ല. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സംസാരത്തിൽ പ്രിയപ്പെട്ടവരെ സ്നേഹം പ്രകടിതമാവണം. ആ പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ് ഒരു കുടുംബത്തിൻ്റെ അകത്ത് സ്വർഗത്തിലെത്താനുള്ള ഏക മാർഗം. അപ്പോൾ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇഹലോകത്തും പരലോകത്തും കുടുംബമായി നിൽക്കും. കണ്ടോ? അതെന്തുകൊണ്ടാ? ഞാൻ സ്നേഹിച്ചു എന്നാ. വേറൊന്നും ബാക്കി ഉണ്ടാവില്ല, വേറൊന്നും. ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്ത്രീകളോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഭർത്താവ് നിങ്ങൾക്കൊരു സ്വന്തമായി കാറ് വാങ്ങി തന്നു, ഭർത്താവ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങി തന്നു, ഭർത്താവ് നിങ്ങൾക്ക് മാസത്തിൽ 10,000 രൂപ വാടക കിട്ടുന്ന പീടിക മുറി തന്നു. ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില ഉണ്ടാവും ഏതാ? ഭർത്താവ് നിങ്ങൾക്ക് നല്ല സ്നേഹം തന്നു. ഏതാ നിങ്ങൾക്ക് വേണ്ടത്? കാറാണോ സ്നേഹമാണോ? എല്ലാം തന്നു, സ്നേഹം മാത്രം തന്നില്ല. പിന്നെ ആ തന്നതിനൊക്കെ എന്ത് സുഖം ഉണ്ടാവുക? എല്ലാ മാസവും 20,000 രൂപ വാടകയുള്ള പീടികമുറി ഇനി എൻ്റെ ഭാര്യൻ്റെ പേരിൽ എന്നാ പിടിച്ചോ, നിനക്ക് മാസത്തിൽ 20,000 കിട്ടും. പെണ്ണ് പറഞ്ഞു, ഞാൻ ഹാപ്പി ആവുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹാപ്പി ആവുന്നു? ആ ഭർത്താവ് സ്നേഹിക്കില്ല, അയാൾ കാണുമ്പം കുറ്റപ്പെടുത്താണ്, കൂടെ ഒന്ന് കിടക്കില്ല, ഒന്ന് കെട്ടിപ്പിടിക്കുന്നില്ല. ആ ഭർത്താവിൻ്റെ 20,000 രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്? സ്നേഹമാണോ? വേണ്ട. ഭർത്താവ് കാറ് വാങ്ങി തന്നു, AC കാറാ മോളെ, കൊണ്ടുവരണോ? സ്നേഹിക്കൂല. നിങ്ങൾക്ക് അതാണോ വേണ്ടത്? ഏറ്റവും വിലപ്പെട്ടത് ഒരു ഭാര്യയ്ക്ക് നൽകാൻ, സമ്മാനിക്കാനുള്ള ഏറ്റവും വിലപ്പെട്ടത് എന്ത്? സ്നേഹമാണ്. മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വിലപ്പെട്ടത് എന്ത്? സ്നേഹമാണ്. പ്രകടിപ്പിക്കുന്ന സ്നേഹം. നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഈ സ്നേഹം കൊണ്ടുവരണം. 2, ഞാൻ ചുരുക്കാണ്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്. 2 സെക്സ്. 1 സ്നേഹമാണ്, 2 സെക്സ്. കുടുംബത്തിനകത്ത് ഈ സാധനം ഉണ്ടാവണം. ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവരും ഇരിക്കുന്ന ഒരു സാഹസത്തിന് വിശദീകരിക്കുന്നില്ല. പക്ഷേ ആധുനിക ലോകത്ത്
വല്ലാതെ കുറഞ്ഞു പോകുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ലൈംഗികതയുടെ ആവിഷ്കാരങ്ങളാണ്. ആണുങ്ങളെ കയ്യിലൊക്കെ ഫോണാണ്. ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ കാണുന്നത് കുട്ടികളാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ ഫോണിനകത്ത് കാണുന്നത് 30 കഴിഞ്ഞവരാണ് എന്നതാണ് പഠനങ്ങൾ സൂചിക്കുന്നത്. എന്നിട്ട് എല്ലാ സ്ത്രീകളുടെയും നഗ്നത കണ്ട് സ്വന്തം ബെഡ്റൂമിനകത്ത് കയറുമ്പോൾ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം. കണ്ടോ, എല്ലാം കഴിഞ്ഞ് ബെഡ്റൂമിലെത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തൻ്റെ ഭാര്യയെ കാണുമ്പോൾ താൻ മൊബൈലിൽ കണ്ടതിൻ്റെ ദൃശ്യങ്ങൾ മനസ്സിൽ ഓർമ്മ വരും. അപ്പോൾ ഭാര്യയിൽ ഒരിക്കലും ഒരു സമാധാനമോ സുഖമോ കണ്ടെത്താൻ കഴിയാത്ത എത്രയോ യുവത്വങ്ങൾ പിരിഞ്ഞു പോവാണ്. കൗൺസിലിങ്ങിനൊക്കെ വന്നിരിക്കുമ്പോൾ ചില കേസുകളൊക്കെ നമ്മളിങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പ്രശ്നമില്ല അവർ തമ്മിൽ. എന്താ പ്രശ്നം ഒന്നും പറയാനില്ല. അവസാനം സ്വകാര്യമായിട്ട് ആ പെണ്ണ് സൂചിപ്പിക്കും, സാലേ അയാൾക്ക് എന്നെ വേണ്ട. അപ്പോൾ കാര്യം മനസ്സിലായി, എന്നെ വേണ്ട അയാൾക്ക്. അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, അതിപ്പോൾ എനിക്ക് വലിയൊരു താല്പര്യമില്ല. എന്താ താല്പര്യമില്ലാത്തത്? ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങളെയും കാണുന്ന ഒരു മനുഷ്യന് തൻ്റെ ഭാര്യയിൽ എങ്ങനെയാണ് അതിലേക്ക് ഒതുങ്ങാൻ പറ്റുക? ആ രണ്ടാമത്തതും വളരെ പ്രധാനം. ഇനി 3 അങ്ങോട്ട് പറഞ്ഞാൽ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. കുടുംബ സ്വർഗത്ത് പോകണോ എങ്കിൽ അടുപ്പമുണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി സംസാരമാണ്. എത്ര സംസാരിക്കുന്നുവോ അത്രയും അടുപ്പമുണ്ടാകും. എത്ര നിങ്ങൾ സംസാരിക്കുക, അടുപ്പുണ്ടാകും. ആ സംസാരം എങ്ങനെയാവണം എന്നറിയോ? എങ്ങനെയാവണം സംസാരം? പോസിറ്റീവായ സംസാരം, സപ്പോർട്ടീവായ സംസാരം, മയത്തിൽ സംസാരം. ഒന്നുകൂടി പറയാം, ഇതിനെ ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? കുറ്റപ്പെടുത്തി സംസാരിക്കരുത്, ഇകഴ്ത്തി സംസാരിക്കരുത്. കണ്ടോ, അമ്മായിമ്മയും മരുമകളും നാത്തൂമാരും കുറ്റപ്പെടുത്തി സംസാരിച്ചു നോക്ക്, അകന്നു പോകും. ഇകഴ്ത്തി സംസാരിച്ചു നോക്കൂ, നിങ്ങൾ അകന്നു പോകും. സ്ട്രോങ്ങിൽ സംസാരിച്ചു നോക്കൂ. എൻ്റെ അമ്മായിമ്മ സ്ട്രോങ്ങാ അല്ലേ? എന്ത് സ്ട്രോങ്? എന്തിനാ ഈ സ്ട്രോങ്? ഈ സ്ട്രോങ് അമ്മായിമ്മ പരലോകത്തെത്തുമ്പോൾ വീക്കാവും അല്ലേ? എത്ര ജിമ്മിൽ പോയിട്ടും കാര്യമില്ല. പരലോകത്ത് ഞാൻ സ്ട്രോങ്ങാ, ഞാൻ പുലിയാ, സിംഹ ഒക്കെ കാട്ടിലാ. നിങ്ങൾ മയപ്പെടണം. ഏത് മനുഷ്യനും ചെയ്യേണ്ടതാ. സംസാരിക്കുമ്പോൾ മയത്തിൽ, സപ്പോർട്ടീവായി, പോസിറ്റീവായി. എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സംസാരിച്ച് നോക്കൂ. ആ സംസാരം നിങ്ങളെ അടുപ്പിച്ച് കളയും. സംസാരിച്ച് നോക്ക്. ഇനി ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്ക്. ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളൊക്കെ ചിന്തിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം അല്ലേ? നിങ്ങളെ ഫോൺ എടുക്കുക. ആ ഫോണിൽ ഭർത്താവ് അവസാനമായി വിളിച്ച ഫോൺ നോക്കുക. എത്ര മിനിറ്റ് ഉണ്ട് നോക്കി പറഞ്ഞാൽ കേൾക്കട്ടെ. ഭർത്താവ് അവസാനം വിളിച്ച ഫോൺ എത്ര മിനിറ്റ് ഉണ്ട്? 1 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ വെക്കണേ. എത്ര മിനിറ്റ് ഉണ്ട്? ഇനി ഭർത്താക്കന്മാരൊക്കെ ഒന്ന് ഫോൺ എടുത്ത് ഭാര്യനെ അവസാനമായിട്ട് വിളിച്ചത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര സെക്കൻഡ് ഉണ്ട് നോക്കിയാ? ധൈര്യം ഉണ്ടെങ്കിൽ നോക്ക് നിങ്ങൾ. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ നോക്ക്, കാണട്ടെ. അവസാനമായി ഭാര്യ വിളിച്ച ഫോൺ എത്ര സെക്കൻഡ്, എത്ര മിനിറ്റ്? നിങ്ങൾ നോക്കിച്ചോ. ഹലോ, അസ്സലാമു അലൈക്കും, എന്തൊക്കെയാ വർത്താനം? സുഖം തന്നെയല്ലേ? ഇങ്ങനെ ഒരു വർത്താനം നിങ്ങളെ ഭാര്യ വിളിക്കുമ്പോൾ നിങ്ങൾ പറയില്ലോ അല്ലേ? ഫോൺ ഇങ്ങനെ എടുത്ത് ഓളെ നമ്പറാന്ന് കണ്ട എന്താടേ ഇതല്ലേ വിളി? ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് കിട്ടല് അല്ലേ? വേറെ ഫ്രണ്ടിനെ വിളിക്കുമ്പോഴോ അസ്സലാമു അലൈക്കും, എന്താണ് വർത്താനൊക്കെ, ഇവിടെ ഉള്ളത് അല്ലേ? ഭാര്യനെ വിളിക്കുമ്പോഴോ അത് കിട്ടുമ്പോൾ തന്നെ എന്താടേ? അപ്പോൾ അവിടുന്ന് അവള് പറയും പിന്നെ തക്കാളി ഇല്ല, പിന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച്, പിന്നെ മുളക്, പിന്നെ കുറേ ഉണ്ടല്ലേ, എന്നാൽ വാട്സപ്പ് കിട്ടും. ഇങ്ങനെ കൂടുതൽ സംസാരിച്ചിട്ടും കാര്യമില്ല. ഇതാ നമുക്ക് പറയാനുള്ളത് അല്ലേ? നിങ്ങൾ ഒന്നുകിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പച്ചത്തെറി, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പച്ചക്കറി. ഇത് രണ്ടും അർത്ഥം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അല്ലേ? നിങ്ങൾ വിളിച്ചെടുത്ത് നോക്കേണ്ടത് ഒന്നുകിൽ പച്ചക്കറി അല്ലെങ്കിൽ പച്ചത്തെറി. പ്രശ്നം നമ്മളെ വിളിക്കുക, എന്നിട്ട് അടങ്ങി നോളണ്ടി എൻ്റെ മോൻ തയ്യാൻ അടിച്ചു പൊട്ടിക്കും. പച്ചത്തെറി അല്ലെങ്കിലോ തക്കാളി വേണം, മുളക് വേണം, പച്ചക്കറി. നിങ്ങളെ വർത്താനം പച്ചക്കറിയോ പച്ചത്തെറിയോ അല്ലാതെ വേറെ എത്ര മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു? പറയൂ, കേൾക്കട്ടെ അല്ലേ? നിങ്ങൾ മുണ്ടാന്നിട്ട് കാര്യമില്ല. ഇത് സ്വർഗത്ത് പോകാൻ വേണ്ടിയാണ് ഇവിടെ ഓർത്തോർത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. കുടുംബത്തേക്ക് ചെല്ലുങ്ങൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീകൾ, നിങ്ങൾ ഫോൺ എടുത്തോളൂ.
നിങ്ങൾ ഇന്ന് നിങ്ങളെ അമ്മക്ക് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് സംസാരിച്ചു? 10 മിനിറ്റിൽ കുറയോ? ഉമ്മക്ക് ഫോൺ ചെയ്തിട്ടുണ്ടാവും. എന്തിനാ അറിയോ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. 15 മിനിറ്റ് കഴിഞ്ഞാ വെക്കുക. ഉമ്മക്ക് വിളിച്ചത് ഒരു കാര്യം പറയാനാ. എന്താ കാര്യം? ഉമ്മ മറ്റേ നമ്മളതില്ലേ മാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിന്, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. എന്നിട്ട് എപ്പോഴാണ് വെച്ച്? 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലേ? ഭർത്താവിനെ വിളിച്ചതോ കുറേ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. ഇനി എത്ര സെക്കൻഡ് സംസാരിച്ചു? എന്താണ് ഈ സംസാരത്തിൽ വ്യത്യാസം? ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച ഉമ്മ 15 മിനിറ്റോളം ആ സംസാരം നീണ്ടു നിന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരുപാട് പറയാനുള്ള ഭർത്താവിനെ വിളിച്ചിട്ട് സെക്കൻഡുകൾ കൊണ്ട് അവസാനിച്ചത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ നിങ്ങൾ എടുത്താൽ മതി അല്ലേ? ഉമ്മ സ്നേഹം പ്രകടിപ്പിക്കും, ഇല്ലേ? ഉമ്മ പ്രകടിപ്പിക്കും സ്നേഹം. 2, ഉമ്മ മയത്ത് സംസാരിക്കും. ഉമ്മ പോസിറ്റീവായി സംസാരിക്കും. ഉമ്മ സപ്പോർട്ടീവായി സംസാരിക്കും. ആ സംസാരം നീണ്ടങ്ങനെ പോവും. ഭർത്താവോ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ സംസാരിക്കുക? ഉമ്മയോട് സംസാരിച്ച പോലെ ഒരു പെണ്ണ് സംസാരിക്കും നിങ്ങളോട്. എപ്പോ? സ്നേഹം പ്രകടിപ്പിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സംസാരത്തിൽ മയം വേണം. ഉമ്മ എങ്ങനെ സംസാരിക്കുക? നിങ്ങൾ ഫോർത്ത് എന്താ വിളിക്കുക? എന്താണേ ആ പറച്ചിൽ കേട്ടാൽ തന്നെ പറയാൻ തോന്നൂല അല്ലേ? 1 കിലോ തക്കാളിക്കാണ് വിളിച്ചതെങ്കിൽ ഒരു 1/2 കിലോ വാങ്ങിക്കോളി എന്ന് പറയാനേ തോന്നുള്ളൂ. വർത്താനം എങ്ങനെ? എന്താണേ? ചിലപ്പം ബൈക്കുമ്പോഴായിരിക്കും. ബൈക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫോൺ ഇങ്ങനെ വിലടിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എടുത്തിങ്ങനെ നോക്കുമ്പോൾ സുലൈക്ക കാളിങ് അവിടെ തന്നെ വെച്ചേക്കും, നിർത്തിയിട്ട് വിളിക്കുക അല്ലേ? കുറച്ച് ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. ഒരു വിളി വിളിച്ച് കട്ടായാൽ അയാൾ തിരക്കിലായിരിക്കും നീറ്റുകൾ വിചാരിക്കൂല. വിളിച്ചതിൻ്റെ മുകളിൽ വിളിക്കും അല്ലേ? അങ്ങനെ 3ഉം 4ഉം വിളി അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ ബൈക്കൊക്കെ സൈഡാക്കി ഹെൽമെറ്റൊക്കെ ഊരി ഇയാൾ ഫോൺ എടുക്കുമ്പോൾ ആകെ ചീഞ്ഞിണ്ടാവും. അപ്പോൾ അവൾ പറയാം, പിന്നെ ഒരു കാര്യം പറയാണ്ട് തക്കാളി ഇല്ല. ഉടൻ ഭർത്താവ് പറയും, ഫോൺ പണ്ടടങ്ങാൻ മനുഷ്യൻ ബൈക്ക് എടുത്തിട്ട് അയാൾ കംഫർട്ടിലാണോ നമ്മൾ നോക്കൂല. അയാൾ ഫോർത്താലുടൻ എന്താടി ആ ചോദ്യം. ഉമ്മാനെ നിങ്ങൾ വിളിച്ചു നോക്ക്. ഉമ്മ ഫോർത്താൽ വർത്താനം ധരിക്കുന്നറിയോ? മോളെ എന്താ മോളെ? അത് കേൾക്കുമ്പോൾ മാങ്ങണ്ടായ കഥ മാത്രം പറഞ്ഞ് വെക്കാൻ പറ്റുമോ? നമുക്കത് പറ്റുമോ? അപ്പൊ ഉണ്ടല്ലോ ഇങ്ങനെ ഒരാൾ അപ്പുറത്തുണ്ട്, അയാളോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലേ? കുറ്റപ്പെടുത്തി, പ്രശ്നമുണ്ടാക്കി, ഇകഴ്ത്തി വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ച പ്രിയപ്പെട്ടവരെ അടുക്കൂല, അകലും. മനുഷ്യനും തമ്മിൽ അകന്ന ഒരു ഇടം കുടുംബമല്ല. അത്തരം കുടുംബം, അത്തരം മനുഷ്യൻ സ്വർഗത്ത് പോവില്ല. നിങ്ങൾ ഓതിയ ഖുർആൻ, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം അതൊക്കെ മറ്റുള്ളവരെ കൊടുത്തിട്ട് നരകത്തേക്ക് പോണ്ടി വരും. ഒരു മനുഷ്യൻ നമ്മുടെ വാക്ക് കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നമ്മൾ ചെയ്തത് കൊണ്ട് ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ പൊരുത്തപ്പെടാതെ അനങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക്. ഇത് കൃത്യമായി മനസ്സിലാക്കി വെച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന സ്നേഹമുള്ള, സ്വർഗത്തിൽ പോകാനുള്ള അടുപ്പമുള്ള, സ്വർഗത്തിൽ പോകാനുള്ള സംസാരിക്കുന്ന, സ്വർഗത്തിലേക്ക് തൻ്റെ കുടുംബത്തെ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന, ദീനീപരമായിട്ട് എല്ലാം കൊണ്ടുവരുന്ന, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കുറേ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയില്ല. സുന്നത്തും ബിദ്അത്തും വേർതിരിച്ചറിയുന്ന, തൻ്റെ കുടുംബം ഇസ്ലാമികമാണെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഗൃഹനാഥൻ അയാൾ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ അയാളുടെ കൂടെ ഭാര്യ ഉണ്ടാവണം, അയാളുടെ കൂടെ മക്കളും ഉണ്ടാവണം. ഇങ്ങനെ എല്ലാവരെയും ഇസ്ലാമികമായും ഭൗതികമായും ഒക്കെ കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവരാകാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല നാം ഓരോരുത്തരെയും ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച് വിജയിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പോഴും ഇത് കേൾക്കാൻ കഴിയാതെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബ് മിൻ അസ്വാജിന وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.